ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഓക്കെ ഓക്കെ അല്ലേ? ഈ പറഞ്ഞ എക്സാംസ് അപ്ലൈ ചെയ്ത ആൾക്കാരല്ലേ, ഈ വരുന്ന എയിംസ് ജിഗ്മർ എല്ലാം അപ്ലൈ ചെയ്തവർക്ക് മാത്രം തികച്ചും ഫ്രീ ആയിട്ട്, തികച്ചും എന്താണ് സൗജന്യമായിട്ട് എന്താണ് ഞാൻ ഫ്രീ ക്ലാസ് തരും കേട്ടോ. കേട്ടോ, അതിനുവേണ്ടി സെപ്പറേറ്റ് കോച്ചിങ്ങിന് പോകേണ്ട ഒരു ആവശ്യം വരുന്നത് കേട്ടോ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ? സോ സ്റ്റാർട്ടിങ് നന്നായിരിക്കണം, തുടക്കം എപ്പോഴും നന്നായിരിക്കണം. സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൂടെ പേരും സ്ഥലവും കമന്റ് ചെയ്തേ. പേരും സ്ഥലവും കമന്റ് ചെയ്തേ. പേരും സ്ഥലവും കമന്റ് ചെയ്തേ. നോക്കട്ടെ. പേരും സ്ഥലവും നോക്കട്ടെ. ആരെയും അടുത്തൊന്നും നോക്കട്ടെ. ആലപ്പുഴ, നെക്സ്റ്റ് കോഴിക്കോട്, ആലുവ, കോഴിക്കോട്, വേറെ 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 പേരും സ്ഥലവും കൂടെയൊക്കെ, പേരും സ്ഥലവും കൂടെ. കൊല്ലം, നെക്സ്റ്റ് കോഴിക്കോട്, എല്ലാം കോഴിക്കോട് കൂടുതലുള്ളത്. വേറെ പേരും സ്ഥലം നോക്കട്ടെ എല്ലാവരും. പേര് പറയുന്നില്ല, സ്ഥലം മാത്രം പറയാം. കോഴിക്കോട്, ആലപ്പുഴ, വേറെ എവിടെ ഉണ്ട്? തൃശ്ശൂർ ഏതെങ്കിലുണ്ടോ? കൊല്ലം, 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 കൊല്ലം 2 പേര്, 2-3 പേര്. ആ യെസ്, നേറ്റിക്കര. അതെ, ഞാൻ നേറ്റിക്കര. ലിജി, ഞാൻ നേറ്റിക്കര. ലിജി ഞാൻ ഒരു സ്ഥലമാണ്, നേറ്റിക്കര കേട്ടോ. ലിജി ഞാൻ നേറ്റിക്കര. ഞാൻ നേറ്റിക്കര. അപ്പൊ ലിജി എന്താണ് എപ്പോഴും ഫ്രീ ആകുമ്പോഴേ എന്റെ ഈ പറഞ്ഞ എന്താണ് എനിക്ക് മെസ്സേജ് ആയിക്കോട്ടെ. ഞാൻ കുറെ നോട്ട്സ് ഒക്കെ തരാം. ഇവർക്ക് കൊടുക്കാതെ തരാം കേട്ടോ. ഇവർക്ക് ആർക്കും കൊടുക്കാതെ തരട്ടെ. അങ്ങനെ വേണ്ട അല്ലേ? അങ്ങനെ വേണ്ട. അയ്യോ, അങ്ങനെ വേണ്ടല്ലേ? ഇവർക്ക് ആർക്കും കൊടുക്കാതെ തരണ്ട. സോ ഗുഡ് ഈവനിങ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ്. ലിജി, ഇവർക്ക് ആരും കൊടുക്കാതെ ഞാൻ തരില്ല കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ തരും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ആണ്. എന്താണ് ദ ബേസിക്സ് ഓഫ് നഴ്സിംഗിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഞാൻ ഇവിടെ ഇട്ട പോലെ തന്നെ തുടക്കം നന്നായിരിക്കട്ടെ, നല്ലൊരു തുടക്കമായിരിക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ബേസിക്സ് ഓഫ് നഴ്സിംഗിൽ ഫസ്റ്റ് ഇയർ നഴ്സിംഗിൽ ഫസ്റ്റ് പഠിക്കുന്നത് എന്താ? ബേസിക്സ് ഓഫ് നഴ്സിംഗിൽ ഫസ്റ്റ് ഇയർ നഴ്സിംഗിൽ ഫസ്റ്റ് പഠിക്കുന്നത് എന്താ? ദ സെൽ അല്ലേ? the cell, the tissue, epithelium and the glands, connective tissue and the cartilages, the blood, the musculoskeletal. ശരിയല്ലേ? പണ്ട് ഫസ്റ്റ് ഇയർ കോളേജ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് പഠിക്കുന്ന കാര്യത്തൊക്കെ അല്ലേ? പണ്ട് ഫസ്റ്റ് ഇയർ കോളേജ് നഴ്സിംഗിൽ ഫസ്റ്റ് പഠിക്കുന്ന കാര്യത്തൊക്കെ സെല്ലല്ലേ തുടക്കം? എപ്പോഴും നിങ്ങൾ കോളേജ് ലൈഫിൽ ഫസ്റ്റ് ദിവസം തുടങ്ങുന്ന സെല്ലല്ലേ? അല്ലേ? സോ ഗുഡ് ഈവനിങ്, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, ദ സെൽ ആൻഡ് ദ ടിഷ്യൂസ്. സ്റ്റാഫ് നേഴ്സ് എക്സാമിന് എപ്പോഴും 2 ക്വസ്റ്റ്യൻ എപ്പോഴും ദ സെല്ലും ആൻഡ് ടിഷ്യൂവിൽ നിന്നും മാത്രം. ഒരു മറക്ക കേട്ടോ. സ്റ്റാഫ് നേഴ്സ് എക്സാം എപ്പോഴും ദ സെല്ലും ദ ടിഷ്യൂവും 2 ക്വസ്റ്റ്യൻ മാത്രം എപ്പോഴും എക്സാമിന് ചോദിക്കും. ഓക്കെ. ശേഷം വരുന്ന ഭാഗം എപ്പിത്തീലിയം എന്ന ഗ്ലാൻസ് ഒക്കെ ഇല്ലേ, അവിടെ എപ്പോഴും ചോദ്യം ഉണ്ടായിരിക്കും. ആദ്യം പെടുന്ന ഭാഗം, എക്സാമിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെടുന്ന ഭാഗം എപ്പോഴും സെല്ലും ടിഷ്യൂവും. അത് കഴിഞ്ഞാലാണ് ഇത് ഗ്ലാൻസും കണക്റ്റീവ് ടിഷ്യൂ എല്ലാം ചോദിക്കാൻ പോകുന്നത്. ഇവിടെ ചോദ്യം നമുക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളായിരിക്കും കേട്ടോ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടാവുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 10-12 ക്ലാസ്, ഒരു 10-12 ക്ലാസ് കൊണ്ട് അത് പഠിക്കും. ഓക്കെ അല്ലേ? ഒരു 12 ക്ലാസ്, 10 അല്ലെങ്കിൽ 12 ക്ലാസ്. ഓക്കെ അല്ലേ? അല്ലാതെ ഇത് 1 മണിക്കൂർ കൊണ്ട് വേഗത്തിൽ പഠിക്കണോ? വേണ്ടല്ലോ. നമ്മൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 5 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പർ 5, മാക്സിമം 5ഉം അത് മിനിമം 2ഉം. മാക്സിമം 5ഉം മിനിമം 2ഉം. അതുകൊണ്ട് തന്നെ അടുത്ത 10-12 ക്ലാസ് എപ്പോഴും the cell, the tissues ആയിരിക്കും. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാം ക്ലിയർ ആയല്ലോ? ഞാൻ പറഞ്ഞ കഥയെല്ലാം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ഒരു 2 അല്ലെങ്കിൽ 5 മാർക്ക്, 2 മുതൽ 5 മാർക്ക്. ഓക്കെ, 2 to 5 മാർക്ക്. ഈ കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഈ കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ? ഈ കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഈ കഴിഞ്ഞ ഞാൻ ഡിഎം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ? യെസ്, ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം. എന്താ സെൽ?
ഫസ്റ്റ് ടോപ്പിക്കാണ് ദ ബേസിക്സ് ഓഫ് നേഴ്സിംഗിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്താണ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ. സെല്ല് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സെല്ലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സെല്ലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും? സെല്ലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് കാര്യമാണ്, പണ്ട് ഫസ്റ്റ് ഇയർ കോളേജ് നഴ്സിംഗ് ആ ദിവസത്തെ എന്താണ് എന്തായിരിക്കുമെന്ന് പേടിച്ചിരിക്കുമ്പോൾ, ഇനി എന്താ ഞാൻ പഠിക്കേണ്ടത് പേടിച്ചിരിക്കുമ്പോൾ അവിടത്തെ ട്യൂട്ടർ വന്ന് ഫസ്റ്റ് പഠിപ്പിക്കുന്ന കാര്യമാണ് സെല്ലാണ്. അപ്പോ ഫസ്റ്റ് വാക്കാണ് എന്താണ് സെൽ? സ്മാളസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണോ? ലൈഫിന്റെ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ആണോ? ലൈഫിന്റെ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ആരാ? സെല്ലല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആണോ? പറഞ്ഞല്ലേ അല്ലേ? ഒരു റെസ്പോൺസ് ഇവിടെ. ലൈഫിന്റെ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് സെല്ലാണോ? യെസ്, ഉത്തരം പറഞ്ഞത്. പഠിക്കട്ടെ, തുടക്കമാണ്. പഠിക്കുക, തുടക്കം നന്നായിരിക്കട്ടെ. അതിൽ പറഞ്ഞത് എപ്പോഴും ഇത് തുടക്കം നന്നായിരിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നും എഴുതരുതേ, ഇത് നോട്ട് എഴുതരുതേ. ഞാൻ നോട്ട് തരും കേട്ടോ, സ്റ്റഡി നോട്ട് ഞാൻ തരും. ആരും നോട്ട് എഴുതരുത്. എടേ ഒരു 100-150 രൂപ എടുത്ത് ഒരു ചെറിയ ഹെഡ്സെറ്റ് വാങ്ങിച്ച് ആ ചെവിക്കകത്ത് കുത്തിക്കയറ്റി അകത്ത് പോയി വെച്ചിട്ട് എന്താണ് കേട്ടിരുത് പഠിക്കട്ടോ. ബട്ട് സൗണ്ട് വെളിയിൽ പോവാതില്ലേ? സൗണ്ട് വെളിയിൽ പോകരുത്. സൗണ്ട് വെളിയിൽ പോവാതെ ഈ പറഞ്ഞ ബാക്കിയുള്ള ചുറ്റുമുള്ള സൗണ്ട് ഒന്നും കേൾക്കാതെ എന്താണ് അവിടെ എന്താണ് ആര് പറയുന്നു ഇത് പറയുന്നു എന്ന് കേൾക്കാതെ ചെവിക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് എന്താണ് ഞാൻ പറയുന്ന കാര്യം മാത്രം കേട്ടിരിക്കുമല്ലോ. നോട്ട് എഴുതരുത്. ഓക്കെ, നോട്ട് ഞാൻ തരും, അത് പിന്നെ അടുത്ത ദിവസം എഴുതും. ഒരു ദിവസം ഗ്യാപ്പ് വരില്ലേ, പിന്നെ അങ്ങോട്ട് ഓരോ ദിവസം ഗ്യാപ്പ് തരുന്നുണ്ട്. ആ സമയത്ത് നോട്ട് എഴുതി കേട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേട്ടോ? എവിടെ? ആര് കേൾക്ക? ആരാ ഉണ്ടോടെ? കേട്ടോ? യെസ്, കേട്ടോ. സോ എന്താണ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സെൽ? സെല്ലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സെല്ലിനെ എങ്ങനെ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു സ്മാളസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു. നമ്മുടെ ലൈഫിന്റെ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ആരാ? ബേസിക് യൂണിറ്റ് ആരാ? എപ്പോഴും ആരാ? സെൽ അല്ലേ? അല്ലേ? നമ്മുടെ ജീവനുള്ള എല്ലാ പ്രവർത്തിക്കും കാരണക്കാർ സെല്ലല്ലേ? നമ്മുടെ ജീവനുള്ള എല്ലാ പ്രവർത്തി ചെയ്യണമെങ്കിലും സെല്ല് ആവശ്യമല്ലേ? അല്ലേ? ശരിയല്ലേ? വേണം. ആ സെല്ലിനകത്തല്ലേ ഈ പറഞ്ഞ പ്രോട്ടീൻ ഡൈജഷൻ, ഇത് എനർജി പ്രോസസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇത് പ്രൊഡക്ഷൻ, എൻസൈംസ് ഉണ്ടാക്കുക, ഇത് ഡൈജഷൻ ഉണ്ടാക്കുക, ഇത് മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാക്കുക. എന്ത് പറഞ്ഞാലും സെല്ലല്ലേ റെസ്പോൺസിബിൾ? ശരിയല്ലേ? ശരിയാണോ? ഞാൻ ഓരോ പതിയെ പറയും. ശരിയല്ലേ? നമ്മുടെ ബോഡിക്ക് ഇത് പ്രോട്ടീൻ ഡൈജഷൻ വേണമെങ്കിലും, എനർജി പ്രോസസ് നടക്കണമെങ്കിലും, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ നടക്കണമെങ്കിലും, ഡൈജഷൻ നടക്കണമെങ്കിലും, മസിൽ കോൺട്രാക്ഷൻ വേണമെങ്കിലും, എന്തിനെ കുറിച്ച് പറഞ്ഞാലും ആ സെല്ലിനകത്തിലേ വരുന്നത്. അല്ലേ? യെസ് ആണ്. അതുകൊണ്ട് നമ്മൾ സെൽ എന്ത് പറയാം? അതുകൊണ്ട് സെൽ എന്ത് പറയാം? എന്ത് പറയാം? അതുകൊണ്ട് തന്നെ സെൽ എന്ത് പറയാം? എന്ത് പറയാം? The basic structural and the functional unit of living organism ആണോ? ഏത് ലിവിങ് ഓർഗാനിസം എടുത്താലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആറാണ്. ഏതൊരു ലിവിങ് ഓർഗാനിസം എടുത്താലും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആറാണ്? സെല്ലാണ്. ക്ലിയർ? 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 കാര്യം ഫുൾ ക്ലിയർ ആയാലും? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയാലും? ഞാൻ ഓരോ കാര്യം പഠിപ്പിച്ച് പറയും. ഏതൊരു ലിവിങ് ഓർഗാനിസം എടുത്താലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആരാ? സെല്ലാണ്. അതുപോലെ തന്നെ ചോദ്യം വരുന്നത്, ഇതുപോലെ ചോദ്യം എക്സാമിന് കഴിഞ്ഞ ഒരു 6 വർഷം ചോദ്യം ഉണ്ടായിരുന്നു. സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ഓഫ് ദ ബോഡി ആരാ? ഹ്യൂമൻ ബോഡി സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ആരാ? ഒരു 6 വർഷം എക്സാം ഉണ്ടായിരുന്നു. ഹ്യൂമൻ ബോഡിയുടെ അന്ന് എല്ലാവരും തെറ്റിച്ചു, അന്ന് എല്ലാവരും മിസ്റ്റേക്ക് വരുത്തി. ഹ്യൂമൻ ബോഡിയുടെ സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ആറ്റം. ആറ്റമല്ലേ? 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 അല്ലേ? അല്ല സെല്ലല്ലോ. അല്ല സെല്ലല്ലോ. ചോദ്യം വരും. സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആരാ? സെല്ലാണോ ആറ്റമാണോ? സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആരാ? ആറ്റം. മറക്കരുത്. സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആരാ? ആറ്റമാണ്. ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും തെറ്റിച്ച് സെല്ല് എഴുതി വെച്ച്. സെല്ലാണോ? അല്ല, ആറ്റമല്ലേ?
ആറ്റമല്ലേ? ആറ്റമല്ലേ? ആറ്റമല്ലേ കുഞ്ഞുങ്ങളെ? ആറ്റമല്ലേ? മറക്ക ഒരു ചോദ്യം വരാറുള്ളതാണ്. സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി വരാ ആറ്റമാണ്. അടെ ആറ്റം ചേർന്നുണ്ടാവും. സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ആയ ആറ്റം ചേർന്നുണ്ടാവും. എലമെന്റ്സ് ഉണ്ടാവാറില്ലേ? ഫസ്റ്റ് ആയിട്ട് സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ആയ ആറ്റംസ് ചേർന്ന് എലമെന്റ്സ് ഉണ്ടാവാറില്ലേ? ഉണ്ടാകാറില്ലേ? ആ എലമെന്റ്സ് ചേർന്നുണ്ടാവും മോളിക്യൂൾസ് ഉണ്ടാവാറില്ലേ? ആ എലമെന്റ്സ് ചേർന്ന് മോളിക്യൂൾ ഉണ്ടാവാറില്ലേ? ഉണ്ടാവില്ലേ? ആ മോളിക്യൂൾസ് ചേർന്നല്ലേ സെല്ലാവുന്നത്? ആ മോളിക്യൂൾസ് ചേർന്നല്ലേ സെല്ലാവുന്നത്? സോ ആറ്റംസ് ചേർന്ന് എലമെന്റ്സ് ആകും, എലമെന്റ്സ് ചേർന്നാവും മോളിക്യൂൾസ് ആവും, മോളിക്യൂൾസ് ചേർന്നാണ് സെല്ലായി മാറുന്നത്. ക്ലിയർ? ക്ലിയർ ആയ ഇത്രയും? സെൽ എങ്ങനെ ഉണ്ടാവുന്ന മനസ്സിലായോ? സെൽ എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഫസ്റ്റ് ചോദ്യം, ഒരു ലിവിങ് ഓർഗാനിസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആരാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലിവിങ് ഓർഗാനിസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആരാ? ഉത്തരം ചറവറ പറഞ്ഞേ. ഒരു ലിവിങ് ഓർഗാൻ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? സെൽ. സെൽ. അതുപോലെ വീണ്ടും അടുത്ത ചോദ്യമാണ്, സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആരാ? വീണ്ടും അടുത്ത ചോദ്യമാണ്, സ്മാളസ്റ്റ് കെമിക്കൽ യൂണിറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആരാ? ആറ്റം. ഈ ആറ്റം ചേർന്നുണ്ടാവും. ആറ്റംസ് ചേർന്ന് എലമെന്റ്സ് ആവും അല്ലെ? ആറ്റംസ് ചേർന്ന് 1 2 3 5 ചേർന്ന് എലമെന്റ്സ് ആയി. എലമെന്റ്സ് ഉണ്ടാവും മോളിക്യൂൾസ് ആയി. മോളിക്യൂൾസ് ചേർന്ന് സെല്ല് ഉണ്ടായി. സെല്ലായോ? സെല്ലായോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ചോദ്യങ്ങൾ പറയുന്നത് അല്ലേ? വെറും ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഒരു ചോദ്യം പറഞ്ഞേക്കാൾ പഠിപ്പിക്കുന്ന കൂടെ തന്നെ ചോദ്യം പറഞ്ഞാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്. ഞാൻ അതുപോലെ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ക്ലിയർ? 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 യെസ്. എവിടെ ഉറങ്ങോ? ക്ലിയർ ആയോ? പഠിക്കണ്ടേ? ക്ലിയർ ആയോ? യെസ്. എവിടെ ഈ നോട്ടില്ലേ? നോട്ട് അതുപോലെ പഠിക്കരുത്. ഞാൻ പറഞ്ഞ ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിക്കട്ടോ. ഞാൻ നോട്ടിനിടയിൽ കൂടെ കുറെ കാര്യം പറയും കേട്ടോ. ഇപ്പൊ ക്ലാസ്സിനിടയിൽ കുറെ കാര്യം പറയും, പഠിക്കും കേട്ടോ. ആ സെല്ല് കണ്ടുപിടിച്ചത് സെല്ല് ആരാണ് കണ്ടുപിടിച്ചത്? സെല്ല് ഉണ്ടായിരിക്കുന്ന ഈ കാര്യം കണ്ടുപിടിച്ചാല് എപ്പോഴും തെറ്റുപോട്ടുന്ന കാര്യം. സെല്ല് ആരാ ഡിസ്കവർ ചെയ്തത്? ആരാണ് സെല്ല് കണ്ടുപിടിച്ചത്? സെല്ല് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, സെൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരാ സെല്ലിനെ ഐഡന്റിഫൈ ചെയ്തത്? സെല്ലുണ്ട്. സെല്ല് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരാ ആദ്യം ഐഡന്റിഫൈ ചെയ്തത്? സെൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത്? ഉത്തരം ഉത്തരം എക്സാമിന് ചോദിക്കുന്നതാണ്. റോബർട്ട് ഹുക്ക് അല്ലേ? സെൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞ് ഫസ്റ്റ് ആരാ? സെൽ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടെന്ന് ഫസ്റ്റ് പറഞ്ഞ റോബർട്ട് ഹുക്ക് അല്ലേ? റോബർട്ട് ഹുക്ക് അല്ലേ? ഹുക്ക് അല്ലേ? അല്ലേ? സെൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞ ഫസ്റ്റ് ആരാ? റോബർട്ട് ഹുക്ക് അല്ലേ? അല്ലേടേ? അല്ലേടേ? പറഞ്ഞേടേ. ഇദ്ദേഹം ആരായിരുന്നത്? ആരായിരുന്നത്? അറിയാൻ പറഞ്ഞില്ലേ? ആരായിരുന്നത്? റോബർട്ട് ഹുക്കാരെ. റോബർട്ട് ഹുക്ക് പേര് വെക്കുമ്പോഴേ എപ്പോഴും മിസ്റ്റേക്കുകൾ പേര് അറിയാമോ? റോബർട്ട് ഹുക്ക് നിൽക്കുമ്പോൾ എപ്പോഴും റോബർട്ട് കോച്ച് ഓർമ്മിക്കില്ലേ? ശരിയല്ലേ? റോബർട്ട് ഹുക്ക് നിൽക്കുമ്പോഴും മനസ്സിൽ റോബർട്ട് കോച്ച് ഓർമ്മ വരില്ലേ? അല്ലെ? ആ പേര് രണ്ടും എപ്പോഴും അങ്ങോട്ട് മിസ്റ്റേക്ക് ആയി പോരല്ലേ? ശരിയല്ലേ? ആ രണ്ടുപേരില്ലേ, ഇത് റോബർട്ട് കോച്ചും റോബർട്ട് ഹുക്കും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വരാം. ചില സമയത്ത് എക്സാമിൽ ചോദ്യം ചോദിക്കുമ്പോൾ റോബർട്ട് ഹുക്ക് ആണോ കോച്ച് ആണോ മിസ്റ്റേക്ക് വരാറില്ലേ? 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 ഉണ്ട് ഉണ്ട്. അപ്പോഴേ ആരാ കോച്ച്? ആരാ? നമുക്ക് ഹുക്ക് പഠിക്കുന്ന മുമ്പേ റോബർട്ട് ഹുക്ക് എല്ലാം പഠിക്കുന്നത് ഹുക്ക് പറയുന്ന മുമ്പേ ആരെന്ത് കോച്ച് ആരാ? ഫാദർ ഓഫ് ദ ബാക്ടീരിയോളജി ആരാടെ?
ഫാദർ ഓഫ് ബാക്ടീരിയോളജി ആരാ? ഫാദർ ഓഫ് ബാക്ടീരിയോളജി ആരാ? ഫാദർ ഓഫ് ബാക്ടീരിയോളജി റോബർട്ട് കോച്ച്. ശരിയല്ലേ? ഒന്നാമത്തെ ചോദ്യം ഫാദർ ഓഫ് ബാക്ടീരിയോളജി ആരാ? റോബർട്ട് കോച്ച്. ഫാദർ ഓഫ് ദ മെഡിക്കൽ മൈക്രോബയോളജി ആരാ? ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി ആരാ? റോബർട്ട് കോച്ച്. ശരിയല്ലേ? റോബർട്ട് കോച്ച് അല്ലേ? ഫാദർ ഓഫ് ബാക്ടീരിയോളജിയും ഫാദർ ഓഫ് മെഡിക്കൽ മൈക്രോബയോളജിയും റോബർട്ട് കോച്ചാണ്. ഇവിടെ കുക്ക് എന്ന പേര് വന്നുകൊണ്ട് തന്നെ അതിന് മുമ്പേ റോബോട്ട് കണ്ടതെല്ലാം ഞാൻ എല്ലാം പറയും കേട്ടോ. ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാം പറയണോടെ, എല്ലാം പറയണം. അല്ലാതെ സെല്ല് മാത്രം പഠിപ്പിച്ചാൽ മതി, ശരിയാവില്ല അല്ലെ? സെല്ല് മാത്രം പഠിപ്പിക്കുമ്പോൾ അത് മാത്രം പറഞ്ഞപ്പോ ഒരു കാര്യം കിട്ടുമ്പോൾ അതുമായിട്ട് ഇത് കണക്ട് ചെയ്ത് വരുന്ന എല്ലാം സ്പോട്ടിൽ പഠിക്കട്ടോ, സ്പോട്ടിൽ പഠിക്കട്ടോ, ശരിയല്ലേ? ഒരു കാര്യം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ വന്നാലും ആ നിമിഷം പഠിക്കും. നാളത്തേക്കായിട്ട് മാറ്റി വെക്കരുത്. നാളെ പഠിപ്പിക്കും എന്ന് കാത്തിരിക്കാതെ ഒരു കാര്യം പഠിക്കും. ശരി, വേണ്ടേ? എന്ന് വേണ്ടേ? അങ്ങനെ വേണ്ടേ? 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 ഒരു കാര്യം കേട്ടോ, ഇവിടെ ഇതിന്റെ പേര് ഇത് റോബോട്ട് പീരിയഡ് അല്ലേ? റോബോട്ട് പീരിയഡ് ആകുമ്പോൾ നമ്മളിപ്പോ എന്താണ് റോബോട്ട് ഹുക്ക് കേട്ടെങ്കിൽ ദ കോച്ചിനെയും ഓർമ്മിക്കണം. ആദ്യമായിട്ട് സ്റ്റെയിനിങ് ടെക്നിക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ആദ്യമായിട്ട് സ്റ്റെയിനിങ് ടെക്നിക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ റോബർട്ട് കോച്ച്. ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് സ്റ്റെയിനിങ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ റോബർട്ട് കോച്ച്. ആന്ത്രാക്സ് ബാസിലെ കണ്ടുപിടിച്ചാരാ? ആന്ത്രാക്സ് ബാസിലെ കണ്ടുപിടിച്ചാരാ? റോബർട്ട് കോച്ച്. അല്ലേ? അല്ലേ? ഉത്തരം പറഞ്ഞേ ആണ്. ഇത് ട്യൂബർക്കുലേ ബാസിലെ, ട്യൂബർക്കുലേ ബാസിലെയോ റോബർട്ട് കോച്ച് അല്ലേ? ട്യൂബർക്കുലേ ബാസിലെ ആയാലും റോബർട്ട് കോച്ചാണ്. ആൻഡ് കോളറി വിബ്രിയോ കോളറിയോ, വിബ്രിയോ കോളറി കണ്ടുപിടിച്ചാരാ? വിബ്രിയോ കോളറി കണ്ടുപിടിച്ചാരാ? റോബർട്ട് കോച്ചാണ്. വിബ്രിയോ കോളറി കണ്ടുപിടിച്ചതും റോബർട്ട് കോച്ചാണ്. ഇത് ജെം തിയറി ഫസ്റ്റ് കണ്ടുപിടിച്ചാരാ? ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത് ജെം തിയറി ഫസ്റ്റ് ആരാ കണ്ടുപിടിച്ചത്? ഫസ്റ്റ് ആരാ? ഫസ്റ്റ് ആരാ? ഇത് ജെം തിയറി ഫസ്റ്റ് ആരാ? ലൂയിസ് പാസ്റ്റർ അല്ലേ? ലൂയിസ് പാസ്റ്റർ അല്ലേ? ഇത് ജെം തിയറി ഫസ്റ്റ് ആരാ? ലൂയിസ് പാസ്റ്റർ. പക്ഷെ അതിന് ഫസ്റ്റ് പ്രൂവ് ചെയ്താരാ? ഇത് കണ്ടുപിടിച്ചവർ ലൂയിസ് പാസ്റ്റർ ആയാലും ആ ജെം തിയറിയെ ഇത് പ്രൂവ് ചെയ്താരാ? അത് റോബർട്ട് കോച്ചാണ്. ഇത് ജെം തിയറിയെ ഇത് പ്രൂവ് ചെയ്താരാ? കണ്ടുപിടിച്ചത് എന്താണ്? ഇപ്പൊ ലൂയിസ് പാസ്റ്റർ ആണെങ്കിലും അതിനിത് പ്രൂവ് ചെയ്താരാ? ഇറ്റ് ഈസ് റോബർട്ട് കോച്ചാണ്. ക്ലിയർ? റോബർട്ട് കോച്ച് കിട്ടിയോ? റോബർട്ട് കോച്ച് കിട്ടിയോ? 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 എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയോ? കോച്ച് കിട്ടി, കോച്ച് കിട്ടി. അപ്പൊ സെല്ലാരാ? കോച്ചാണ്, ഹുക്കാണോ? അതാണ് ചോദ്യം. അത് പറയാൻ വേണ്ടിയാണ് സെല്ലാരാ? റോബർട്ട് ഹുക്കാണ്. ഇനി ഈ ചോദ്യത്തിലല്ലോ സെൽ ആരെന്ന് കണ്ടുപിടിച്ചു വെച്ചാൽ അത് റോബർട്ട് ഹുക്കാണെന്ന് ഓർമ്മ വരുമല്ലോ. കാരണം ഞാൻ കോച്ചിനെ കുറിച്ച് എല്ലാം പറഞ്ഞില്ലേ? ഞാൻ റോബർട്ട് കോച്ചിനെ കുറിച്ചുള്ള എല്ലാ കാര്യം പറഞ്ഞു തന്നു. അത് അതുപോലെ ഓർമ്മിക്കുക. പക്ഷെ സെല്ലാരാ? റോബർട്ട് ഹുക്കാണ്. ക്ലിയർ? 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 ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോടെ? യെസ്. ഇദ്ദേഹം ഈ സെല്ലിനെ കണ്ടതേ, ഈ പറഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്ക് ഇല്ലേ സെല്ലിനെ കണ്ടത് ഇന്ന് മൈക്രോസ്കോപ്പ് വെച്ചാണോ? റോബർട്ട് ഹുക്ക് സെല്ലിനെ കണ്ടത് മൈക്രോസ്കോപ്പ് വെച്ചാണോ? റോബർട്ട് ഹുക്ക് സെല്ലിനെ കണ്ടുപിടിച്ചത് മൈക്രോസ്കോപ്പ് വെച്ചാണോ? പറഞ്ഞ ഉത്തരം പറഞ്ഞു. റോബർട്ട് ഹുക്ക് സെല്ലിനെ കണ്ടുപിടിച്ചത് മൈക്രോസ്കോപ്പ് വെച്ചാണോ? ആലോചിച്ച് പറഞ്ഞേ. അല്ല. കാരണം എന്താ? എന്താ കാരണം എന്താ? ആരാണ് ഫസ്റ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വിളിച്ചത്? ആരാണ് ഫസ്റ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വിളിച്ചാരാ? വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന്, കുറച്ചുകൂടി ഇത് മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റുമെന്ന് ഫസ്റ്റ് ആരാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആരാ? ഏണസ്റ്റ് റസ്കെ ആണോ? ഏണസ്റ്റ് റസ്കെ ആണോ? റസ്കെ അല്ലേ?
അപ്പൊ സെല്ല് കണ്ടുപിടിച്ചേ ഉള്ളൂ അല്ലെ. റോബർട്ട് ഹുക്ക് സെല്ല് കണ്ടുപിടിച്ചു, പക്ഷെ ആ സമയത്ത് മൈക്രോസ്കോപ്പിലല്ലോ. ആ ഒരു കാര്യം മൈക്രോസ്കോപ്പ് ഇല്ല, അതിനെ എന്താണ് ഇത് മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ആയിരുന്നു, അത് കഴിഞ്ഞ ശേഷം മൈക്രോസ്കോപ്പ് ഏണസ്റ്റ് റസ്ക് കണ്ടുപിടിച്ചു അല്ലേ. അതിനുശേഷം ഏണസ്റ്റ് റസ്ക് ശേഷം ഈ സെല്ലിനെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചാരാ. ഇത് ലിവിങ് സെല്ലുകൾ നമുക്ക് മാഗ്നിഫൈ ചെയ്ത് മൈക്രോസ്കോപ്പ് വഴി കാണാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചാരാ. ആരാ ആരാ ആൻഡൻ വാൻ ലൂവൻഹുക്ക് ആണോ? മൈക്രോസ്കോപ്പ് എന്താണ് ലിവിങ് സെല്ലുകളെ കാണാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത്. മൈക്രോസ്കോപ്പ് വെച്ച് മാഗ്നിഫൈ ചെയ്തുകൊണ്ട് തന്നെ ലിവിങ് സെല്ല് കാണാൻ പറ്റുന്ന ആൻഡൻ വാൻ ലൂവൻഹുക്ക്. ക്ലിയർ ക്ലിയർ. അപ്പോ ഫസ്റ്റ് ആയിട്ട് ഇത് നോൺ ലിവിങ് സെൽ ആരാ? റോബർട്ട് ഹുക്ക് അല്ലേ. ഏറ്റവും ആദ്യം ഫസ്റ്റ് കണ്ടുപിടിച്ചാരാ? നോൺ ലിവിങ് സെൽ ആരാ? റോബർട്ട് ഹുക്ക് അല്ലേ. അല്ലേ? നോൺ ലിവിങ് സെൽ ആരാ? റോബർട്ട് ഹുക്ക്. ശേഷം മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ശേഷം ആരാ? ഏണസ്റ്റ് റസ്ക. ശേഷമാണ് ആൻഡൻ വാൻ ലൂവൻഹുക്ക് എന്ത് ചെയ്യുന്നു, ലിവിങ് സെല്ലിനകത്ത് എന്താണ് സെല്ലിനെ കുറിച്ച് പറഞ്ഞത്. ആൻഡൻ വാൻ ലൂവൻഹുക്ക് ആണ്. ക്ലിയർ ക്ലിയർ ക്ലിയർ. എക്സാം ചോദ്യം ഇതായിരിക്കും. The cell structure is first explained by ആരാ? Cell structure is first explained by ആരാ? വീണ്ടും ചോദ്യം വരും. അതും കൺഫ്യൂസ് ചോദ്യ, കൺഫ്യൂസ് ചോദ്യ. ആരാ? റോബർട്ട് ഹുക്ക് അല്ല, റോബർട്ട് ബ്രൗൺ ആണ്. സെൽ സ്ട്രക്ചർ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത റോബർട്ട് ബ്രൗൺ ആണ്. മറക്കരുത്, എക്സാം കൺഫ്യൂഷൻ ആയി പോകും. സെല്ലിന്റെ സ്ട്രക്ചർ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത റോബർട്ട് ബ്രൗൺ ആണ്. അപ്പൊ 3 ഇമ്പോർട്ടന്റ് പേരാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്ന. 3 ഇമ്പോർട്ടന്റ് പേര് ഏതൊക്കെയാ? ആരാണ് മൈക്രോസ്കോപ്പ് വിളിച്ചാരാ? ഇലക്ട്രോ മൈക്രോസ്കോപ്പ് ആരാ? ഉത്തരം പറഞ്ഞു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആരാ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആരാ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഏണസ്റ്റ് റസ്ക. സെല്ല് കണ്ടുപിടിച്ചാരാ? സെല്ല് കണ്ടുപിടിച്ചാരാ? സെൽ റോബർട്ട് കോച്ച് ആണോ? വീണ്ടും ചോദ്യം, വീണ്ടും ചോദിക്കാം. ആദ്യമായിട്ട് ഇത് നോൺ ലിവിങ് സെല്ല് കണ്ടുപിടിച്ചാരാ? ആദ്യമായിട്ട് ഇത് നോൺ ലിവിങ് സെല്ല് കണ്ടുപിടിച്ചാരാ? റോബർട്ട് ഹുക്കല്ലേ. ഹുക്കല്ലേ ഹുക്കല്ലേ. വീണ്ടും ചോദ്യം, ആദ്യമായിട്ട് ഇത് എലൈവായിട്ടുള്ള സെല്ല് കണ്ടുപിടിച്ചാരാ? ലിവിങ് ഓർഗാനിസൽ സെല്ല് കണ്ടുപിടിച്ചാരാ? ആൻഡൻ വാൻ ലൂവൻഹുക്ക് അല്ലേ. അല്ലേ? ആൻഡൻ വാൻ ലൂവൻഹുക്ക് അല്ലേ. ആൻഡൻ വാൻ ലൂവൻഹുക്ക് അല്ലേ. അത് കഴിഞ്ഞ് സെല്ല് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്താരാ? അത് കഴിഞ്ഞ ശേഷം സെല്ല് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്താരാ? റോബർട്ട് ബ്രൗൺ ആണ്. ക്ലിയർ. ഇങ്ങനെയാണോ സെല്ല് പഠിച്ചിട്ടുള്ളത് പണ്ട്? കോളേജിൽ പോലും ഇങ്ങനെ പഠിച്ചത്. ആദ്യം ഒരു പടം വരയ്ക്കുക അല്ലേ, ഒരു പടം വരയ്ക്കും. ഇത് അതാണ് ന്യൂക്ലിയസ്. അവിടെ ഉണ്ട്, അവിടെ ഇരിക്കുകയാണ്, കാണുന്നുണ്ടോ? അതല്ലേ അല്ലേ അല്ലേ? ഇത് കോളേജിൽ പഠിക്കുന്ന ആദ്യത്തെ ഒരു പടം വരയ്ക്കുന്നു, അത് ഇതാണ്. ശരിയല്ലേ? ശരിയല്ലേ? പഠിക്കുമ്പോൾ ഓരോ കാര്യം ഇത് കണക്ട് പഠിക്കട്ടോ. ക്ലിയർ? ഇത്രയും ക്ലിയർ? ഫസ്റ്റ് പാർട്ട് ക്ലിയർ? ഓരോ കാര്യം സ്റ്റോപ്പ് ചെയ്ത് പറയും. ക്ലിയർ? ഫസ്റ്റ് പാർട്ട് ക്ലിയർ? ഫസ്റ്റ് പാർട്ട് ക്ലിയർ? ഫസ്റ്റ് ടോപ്പിക് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയോ? ക്ലിയർ. ക്ലിയർ ആയോ? യെസ്. ആൻഡൻ വാൻ ലൂവനെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആരാണ് ഫസ്റ്റ് ഇത് മൈക്രോബുളസ് ആരാ? ഫസ്റ്റ് മൈക്രോബുളസ് ആരാ? ആൻഡൻ വാനിലെ ഇത് പറയാണ്. ഫസ്റ്റ് മൈക്രോബുളസ് ആരാ? ഫസ്റ്റ് മൈക്രോബുളസ് ആരാ? ആൻഡൻ വാൻ ലൂവൻഹുക്ക് അല്ലേ. അല്ലേ? ഫസ്റ്റ് മൈക്രോബുളസ് ആരാ? ആൻഡൻ വാൻ ലൂവൻഹുക്ക് അല്ലേ. അല്ലേ? ആണ്. ജസ്റ്റ് ഓർമ്മിച്ചത്. എന്താ ചോദ്യം ചോദിക്കില്ല എങ്കിലും ആ പഠിക്കുമ്പോൾ എല്ലാം അറിയണ്ടേ. ആരാ മൈക്രോബുളസ് ആരാ? അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പ്രധാനപ്പെട്ട
നമ്മൾ നാട്ടിൽ കാണുന്ന ഇത് തയ്യൽക്കാരനില്ലേ, തുണി തയ്ക്കുന്ന ആളല്ലേ, അതായിരുന്നു അയാളുടെ ബേസിക് ജോലി. പക്ഷെ അദ്ദേഹം ഇത്ര വലിയ ഫേമസ് അറിയാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ മെയിൻ ജോലി ഇതായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല എങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ, ചോദിക്കില്ല. സോ നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ് സെൽ എന്തൊക്കെയാ? സെൽ എത്ര ഫംഗ്ഷൻ ഉണ്ട്? ഫംഗ്ഷൻ എന്തൊക്കെയാ സെല്ലിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ? അതിന് മുമ്പ് എത്ര ടൈപ്പ് സെല്ലുണ്ട്? എത്ര ടൈപ്പ് സെല്ലുണ്ട്? എത്ര ടൈപ്പ് സെല്ലുണ്ട്? മുമ്പ് എത്ര ടൈപ്പ് സെല്ലുണ്ട്? എത്ര ടൈപ്പ് സെല്ലുണ്ട്? എത്ര ടൈപ്പ് സെല്ലുണ്ട്? പ്രധാനമായിട്ടും എത്ര ടൈപ്സ് സെല്ലുണ്ട്? നമുക്ക് രണ്ട്. ഏതൊക്കെയാണ്? രണ്ടൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ഇത് പ്രോകാരിയോട്ടിക്കും, സെക്കൻഡ് എന്താ യൂകാരിയോട്ടിക് അല്ലേ? ഇത് പ്രധാനം, നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ട രണ്ട് ടൈപ്സ് ഓഫ് സെല്ലാണുള്ളത്. ഫസ്റ്റ് ഏതാ? പ്രോകാരിയോട്ടിക്കും, സെക്കൻഡ് ഏതാ? യൂകാരിയോട്ടിക് അല്ലേ? ഇത് പ്രോകാരിയോട്ടിക്കും ഉണ്ട്, യൂകാരിയോട്ടിക്കും ഉണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? പറഞ്ഞേ രണ്ട് ടൈപ്പ് സെല്ലുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് ടൈപ്പ് സെല്ലുണ്ട്. ദ പ്രോകാരിയോട്ടിക് സെല്ലും ഉണ്ട്, ദ യൂകാരിയോട്ടിക് സെല്ലും ഉണ്ട്. എന്താ രണ്ടിന്റെ വ്യത്യാസം? ദ പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ് വ്യത്യാസം? എന്താ വ്യത്യാസം പറഞ്ഞേ? വ്യത്യാസം ആൻസർ കേട്ടെ, പറഞ്ഞേ. ഇത് വിത്തൗട്ട് ന്യൂക്ലിയസ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വിത്തൗട്ട് ന്യൂക്ലിയസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രോകാരിയോട്ടിക്കും ചോദിച്ചാൽ ചിലപ്പോ ആ ഒരു വാക്ക് ചോദിച്ചാൽ എഴുതാൻ പറ്റണ്ടേ? ആ ഒരു ചോദ്യം ചോദിച്ചാൽ എഴുതാൻ പറ്റണം. പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കും സെൽ എന്ന് പറഞ്ഞു. രണ്ട് ടൈപ്പ് സെല്ലുണ്ടെന്ന് പറഞ്ഞു. പ്രോകാരിയോട്ടിക്കും ഉണ്ട്, യൂകാരിയോട്ടിക് പറഞ്ഞു. രണ്ടിന്റെ വ്യത്യാസമായിട്ട് പഠിക്കണം. അറിഞ്ഞൂടാത്ത എന്ന് പറഞ്ഞു. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂന്ന് പറഞ്ഞു. പറഞ്ഞു അറിയാമോ അറിയില്ലേ? ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പറയാണ്, വളരെ ഡീറ്റെയിൽ പഠിപ്പിക്കാൻ. പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കതിനകത്ത് ഇത് ന്യൂക്ലിയസ് ഇല്ലാത്ത ആർക്കാ? ഫസ്റ്റ് ചോദ്യം, ഞാൻ ഇത് പഠിപ്പിക്കുന്നത് ആദ്യം ചോദ്യം പറയാം. ഇത് ന്യൂക്ലിയസ് ഇല്ലാത്തത് ഇത് പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ? ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു. മൈക്രോബയോളജിയിൽ എല്ലാം പറഞ്ഞു. ന്യൂക്ലിയസ് ഇല്ലാത്തത് പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ? പ്രോകാരിയോട്ടിക്. ഇനി ഇത് ന്യൂക്ലിയസ് ഉള്ള ആരാ? ന്യൂക്ലിയസ് ഉള്ള ആളാരാ? യൂകാരിയോട്ടിക് അല്ലേ? ബാക്ടീരിയ എന്ന് പറയുന്നത് ഇത് പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ? ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ആണോ യൂകാരിയോട്ടിക് ആണോ? പ്രോകാരിയോട്ടിക് അല്ലേ? അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്രോകാരിയോട്സ്? എന്താണ് പ്രോകാരിയോട്ട് സെൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പഠിക്കാം. എന്തായിരിക്കും? ഇതെവിടെ കാണും? എവിടെ കാണുമെന്ന് പറയുന്ന മുമ്പായിട്ട് ന്യൂക്ലിയസ് ഉണ്ടോ? ഇത് എവിടെ കാണുമെന്ന് പറയുമ്പോൾ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടോ? ഇത് പ്രോകാരിയോട്ട് സെൽസ് എന്ന് പറയുമ്പോൾ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. പ്രോകാരിയോട്ടിക് സെൽസ് പറയുമ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലല്ലേ? പ്രോകാരിയോട്ടിക് സെൽസ് പറയുമ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലല്ലേ? ഒരിക്കലും മറക്കരുത്. പ്രോകാരിയോട്ടിക് സെൽസ് പറയുമ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലല്ലേ? ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴേ, ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും? ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകും. ഇല്ലല്ലോ. ന്യൂക്ലിയസ് ഇല്ല. ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഇല്ല. ശരിയല്ലേ? അല്ലെ? സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഇല്ല. അത് എവിടെ കാണും? ഹ്യൂമൻ ബോഡിയാണോ ഓർ പ്ലാന്റ്സ് ആണോ? പ്ലാന്റ്സ് അല്ലേ? ജനറ്റിക് മെറ്റീരിയൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് എവിടെ കാണും? പ്ലാന്റ്സ് അല്ലേ? പ്ലാന്റ്സ് അല്ലേ?
ശരിയല്ലേ? സോ ദ പ്രോകാരിയോട്ട് സെൽസ് എവിടെ കാണും? ദ പ്ലാന്റ്സിൽ അല്ലേ? സോ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ DNA RNA അല്ലേ? സൈറ്റോപ്ലാസത്തിനകത്ത് DNA RNA അവിടെ സസ്പെൻഡ് കിടക്കണം, ശരിയല്ലേ? ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസത്തിനകത്ത് DNA RNA സസ്പെൻഡ് കിടക്കണം. പക്ഷേ അത് ഇല്ലെങ്കിൽ എന്താ? ദ പ്രോകാരിയോട്ടിക് സെല്ലാണ്, പ്ലാന്റ്സിലാണ് കാണുന്നത്. ക്ലിയർ? 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 ക്ലിയർ ആയോ ഇത്രയും? അപ്പോ പ്രോകാരിയോട്ടിക് സെൽസ് എവിടെ കാണാം? പ്ലാന്റ്സ് മാത്രം അവിടെ. ഇത് ബാക്ടീരിയ ഉണ്ടോ? ഇത് മൈക്രോ ഓർഗാനിസം ഉണ്ടോ? മൈക്രോ ഓർഗാനിസം ഉണ്ടോ? മൈക്രോ ഓർഗാനിസം ഉണ്ടോ? മൈക്രോ ഓർഗാനിസംസ് ഉണ്ടോ? 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 ഇത് പ്രോകാരിയോട്ടിക് സെൽസ് എപ്പോഴും മൈക്രോ ഓർഗാനിസം ഉണ്ടായിരിക്കും. ഒറ്റ സെൽ മാത്രമുള്ളത്, സിംഗിൾ സെൽ മാത്രമുള്ളതല്ലേ? ശരിയല്ലേ? ഒറ്റ സെൽ മാത്രമുള്ള പറയുമ്പോൾ മൈക്രോ ഓർഗാനിസത്തില്ലേ? ഒറ്റ സെൽ മാത്രമുള്ള പറയുമ്പോൾ മൈക്രോ ഓർഗാനിസത്തിനകത്തില്ലേ? ഉണ്ടോ? ഉണ്ടോടെ? നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയ, വൈറസ് എല്ലാം എന്താ? നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്, നമുക്ക് അസുഖം ഉണ്ടായിത്തരുന്ന ഈ പറഞ്ഞ ബാക്ടീരിയ, വൈറസ് എല്ലാം എന്താ? ഇത് പ്രോകാരിയോട്ടിക് ആണ്. നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന വൈറസും ബാക്ടീരിയയും എപ്പോഴും ഇത് പ്രോകാരിയോട്ടിക് ആണ്. മറക്കരുത്. നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്, നമുക്ക് എന്ത് അസുഖം വന്നാലും ആ ഒരു അസുഖം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആയാലും വൈറസ് ആയാലും എല്ലാവരും എപ്പോഴും എന്താ? പ്രോകാരിയോട്ടിക് സെൽസ് ആണ്. ക്ലിയർ? ഇതിന്റെ പ്ലാന്റ്സ് പോലെ തന്നെ ഇതെങ്ങനെ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യും? പ്ലാന്റ്സ് പോലെ തന്നെ, പ്ലാന്റ്സ് പോലെയല്ലേ? പ്ലാന്റ്സ് പോലെ തന്നെ ഇവർ എങ്ങനെ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യും? ഇത് ബൈനറി ഫ്യൂഷൻ അല്ലേ? ചോദ്യം വരും. ഇവിടെ ഇത് റീപ്രൊഡക്ഷൻ എങ്ങനെയാ? ബൈനറി ഫ്യൂഷൻ അല്ലേ? അല്ലാതെ സെക്ഷൽ അല്ലല്ലോ. സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലല്ലോ. സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലല്ലോ. സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, മറക്കരുത്. ബൈനറി ഫ്യൂഷൻ വഴിയല്ലേ? ബൈനറി ഫ്യൂഷൻ വഴിയാണ് എപ്പോഴും റീപ്രൊഡക്ഷൻ, അല്ലാതെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല. ശരിയല്ലേ? അതായത് ഒരു സെല്ലിൽ നിന്നും ഇപ്പോൾ വേറൊരു സെല്ല് രണ്ടായി മാറുന്ന പ്രോസസ് അല്ലേ? ശരിയല്ലേ? ഇത് ബൈനറി ഫ്യൂഷൻ എന്ന് പറയുമ്പോഴേ, ബൈനറി ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് ഇത് രണ്ടായി മാറുന്ന പ്രോസസ് അല്ലേ? ഒരു സെല്ല് രണ്ടായി മാറുന്നത് കണ്ടുണ്ടായിരിക്കും. ഇത് പടം കണ്ടുണ്ടോ? ഒരു സെല്ലിൽ ഇരിക്കും, സെല്ല് രണ്ടായി മാറും അല്ലെ? ഒരു സെല്ല് രണ്ടായി മാറുന്ന പ്രോസസ് എന്താ? ബൈനറി ഫ്യൂഷൻ. അതുവഴിയാണ് എപ്പോഴും ഇവിടെ നടക്കുന്നത്. ക്ലിയർ? അപ്പോ എന്താ പഠിക്കുക? എന്താ ഇത്? പ്രോകാരിയോട്ടിക് അല്ലേ? എന്താ പഠിക്കുക? എന്താ പ്രോകാരിയോട്ടിക് പഠിക്കുന്നല്ലേ? അവിടെ ബേസിക് എന്തില്ല? ബേസിക്കലി ന്യൂക്ലിയസ് ഉണ്ടോ? ന്യൂക്ലിയസ് ഇല്ല. ശരിയല്ലേ? അത് പറഞ്ഞു പഠിക്കട്ടെ. ഇപ്പൊ ഒരുപാട് സമയമുണ്ട്, പറഞ്ഞു പഠിക്കുക. ബേസിക്കലി ന്യൂക്ലിയസ് ഇല്ല അല്ലെ? ഇത് പ്രോകാരിയോട്ടിക് എന്ന് പറയും. ബേസിക് ആയിട്ട് ന്യൂക്ലിയസ് ഇല്ല. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടോ? ഇത് DNA RNA ഉണ്ടോ? അവിടെ ഉണ്ടോ? ഉണ്ട്. പക്ഷെ സൈറ്റോപ്ലാസത്തിൽ സസ്പെൻഡ് ചെയ്ത് അടിഞ്ഞു കിടക്കല്ലേ? പക്ഷെ അത് പുറത്തോട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ലല്ലോ. പിന്നെ ഇവിടുത്തെ എങ്ങനെയാ ഇത് റീപ്രൊഡക്ഷൻ എങ്ങനെയാ? റീപ്രൊഡക്ഷൻ എങ്ങനെയാ? ബൈനറി ഫ്യൂഷൻ വഴിയല്ലേ? ഒരിക്കലും സെക്ഷൽ അല്ല, ബൈനറി ഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയ? പ്രോകാരിയോട്ടിക് കിട്ടിയോ? പ്രോകാരിയോട്ടിക് കിട്ടിയോ? പ്രോകാരിയോട്ടിക് ക്ലിയർ? ക്ലിയർ? യെസ്. നൗ അടുത്ത പഠിക്കും. സെക്കൻഡ് യൂകാരിയോട്ടിക് അല്ലേ? യൂകാരിയോട്ടിക് അല്ലേ? നമ്മൾ എപ്പോഴും നോർമലി എപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കാര്യം യൂകാരിയോട്ടിക് അല്ലേ? അല്ലെ? ശരിയല്ലേ? നമ്മൾ എന്ത് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ ടെക്സ്റ്റ് ബുക്കിനകത്തും നമ്മൾ ഏത് ബുക്ക് വായിച്ചാലും അവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം യൂകാരിയോട്ടിക് അല്ലേ? നമ്മൾ ഏതൊരു ബുക്ക് എടുത്ത് വായിച്ചാലും അത് എന്തുമായി ബന്ധപ്പെട്ട് വന്നാലും ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ യൂകാരിയോട്ടിക് അല്ലേ? യൂകാരിയോട്ടിക് അല്ലേ? കാരണം എന്താ? സെൽസിനകത്ത് ന്യൂക്ലിയസ് ഉള്ള കാര്യമല്ലേ? നമ്മൾ ഏത് ബുക്ക് എടുത്താലും സെല്ലിനകത്ത് ന്യൂക്ലിയസ് പഠിക്കാറില്ലേ? സെൽ വിത്ത് ന്യൂക്ലിയസ് പഠിക്കാറില്ലേ? പഠിക്കാറുണ്ട്. അപ്പൊ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉള്ളതാ? യൂകാരിയോട്ടിക് അല്ലേ? 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 ഇവിടെ ചോദ്യം വരുന്ന കാര്യം,
യൂക്കാരിയോട്ട് ഇങ്ങനെയാ, ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ ഓർ ദ ബൈനറി ആണോ? ഇപ്പോൾ ചോദ്യം വരുന്നത് യൂക്കാരിയോട്ടിക് എന്ന് പറയുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ അതോ എ സെക്ഷലി ഉണ്ടോ? രണ്ടും ഉണ്ടോ? അതോ എ മാത്രമാണോ ബി? സെക്ഷൽ എന്ന് പറയുന്നത് എ മാത്രമാണോ? എ സെക്ഷൽ എന്ന് പറയുന്നത് ഇത് ബി മാത്രമാണോ? സെക്ഷലും എ സെക്ഷലും എന്ന് പറയുന്നത് എയും ബിയും രണ്ടും ഉണ്ടോ? ഓപ്ഷൻ എങ്ങനെ ആയിരിക്കും? എ ബി, എയും ബി രണ്ടും ഉണ്ടോ? ഉണ്ടോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമാണോ? ഇല്ല, രണ്ടും ഉണ്ട്. ബോത്ത് സെക്ഷുവലിയും എസെക്ഷുവലിയും ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. മറക്കരുത്, ബോത്ത് എന്താണ് ഇപ്പൊ സെക്ഷുവലിയും ആൻഡ് എന്താണ് എസെക്ഷുവലിയും റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. ക്ലിയർ? ഇത് ഫംഗസ് എങ്ങനെയാടെ? ഫംഗസ് എങ്ങനെയാ? ഫംഗസ് എങ്ങനെയാ? ഫംഗസ് എങ്ങനെയാ? ചോദ്യം വരും, ഫംഗസ് എങ്ങനെയാ? ഹ്യൂമൻ സെൽ എങ്ങനെയാ? ഇത് ഹ്യൂമൻ സെൽ എപ്പോഴും എങ്ങനെയാ? ഇത് സെക്ഷുവലി അല്ലേ? ഹ്യൂമൻ സെൽ എപ്പോഴും എങ്ങനെ? സെക്ഷുവലി അല്ലേ? ഹ്യൂമൻ സെൽ എപ്പോഴും സെക്ഷുവലി വരുന്നത് അല്ലേ? അല്ലേ? ആണ്. ഫംഗസ് എങ്ങനെയാ? എ സെക്ഷൽ അല്ലേ? ഫംഗസ് എങ്ങനെയാ? എ സെക്ഷൽ അല്ലേ? ഫംഗസ് എ സെക്ഷലും ഹ്യൂമൻസിൽ എപ്പോഴാ? സെക്ഷൽ അല്ലേ? അപ്പം ആ രണ്ട് രീതിയിൽ കൂടെ എ സെക്ഷലിയും വരാം, സെക്ഷലി എന്ത് വരാം? എന്ത് വരാം? എന്ത് വരാം? യൂക്കാരിയോട്ടിക് ആണോ അതോ പ്രോകാരിയോട്ടിക് ആണോ? യൂക്കാരിയോട്ടിക് അല്ലേ? യൂക്കാരിയോട്ടിക് രണ്ട് രീതിയിലും എ സെക്ഷലിയും വരാം, സെക്ഷലിയും രണ്ട് രീതിയിലും വരാം. ഇത്രയും പറയാൻ ക്ലിയർ ആയോ? ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആയോ? ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ക്ലിയർ ആയോ? ഫസ്റ്റ് ചാപ്റ്റർ ഫുൾ ക്ലിയർ ആയോ? ഞാൻ ഓരോന്നും ഒന്ന് ഡിവൈഡ് ചെയ്ത് ഓരോ കാര്യം എന്താ നിർത്തി പഠിപ്പിക്കാൻ ചോദ്യം കിട്ടും. ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഞാൻ ഇതുവരെ പഠിപ്പിച്ച കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ? ക്ലിയർ അല്ലേ എല്ലാവരും? എല്ലാവരും യെസ്, ക്ലിയർ. സമയം എത്രയായി? സമയം കറക്റ്റ് സമയം 8:55 അല്ലേ? 5 മിനിറ്റ് ബ്രേക്ക്, 5 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, 5 മിനിറ്റ്സ് ബ്രേക്ക്. നെക്സ്റ്റ് സെക്ഷൻ 9 മണി സ്റ്റാർട്ടിങ് കേട്ടോ. 9 മണി. ഓക്കെ, 9 മണി സ്റ്റാർട്ടിങ് കേട്ടോ. 9 മണി. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക്. പോയി വെള്ളം കുടിച്ച് കുടിക്കുക. ബൈ.
സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഇത് ജിഗ്മർ അപ്ലൈ ചെയ്തോ? ഇത് ജിഗ്മർ എല്ലാം അപ്ലൈ ചെയ്തോ? എല്ലാവരും ജിഗ്മർ അപ്ലൈ ചെയ്തോ? എല്ലാവരും അപ്ലൈ ചെയ്തോ? എല്ലാവരും അപ്ലൈ ചെയ്ത എല്ലാവരും ഇത് എയിംസും അത് ജിഗ്മറും അപ്ലൈ ചെയ്ത എല്ലാവരും. എക്സാം 6 മാസം കഴിഞ്ഞിട്ടാണ്. എക്സാം കറക്റ്റ് 6 മാസം ഉണ്ട് കേട്ടോ. ഞാൻ ഒപ്പനെ പറഞ്ഞുതരാം. എക്സാം ഞാൻ കറക്റ്റ് മാസം പറഞ്ഞുതരാം. 6 മാസം ഉണ്ട് കേട്ടോ. 6 മാസമല്ലേ? കേൾക്കുന്നുണ്ടോ? നാളെ മറ്റന്നല്ല, അടുത്ത മാസമല്ല, 6 മാസം സമയമുണ്ട് കേട്ടോ. 6 മാസം അത് പഠിക്കാനുള്ള സമയമുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോ? 6 മാസം കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്തവർക്ക് പഠിക്കാനുള്ള സമയം ഉണ്ട്. 6 മാസം ഉണ്ട്. ആ സമയത്ത് ഇല്ല, 6 മാസം എക്സാം ഉണ്ടായിരിക്കും. 6 മാസം ഉണ്ടായിരിക്കും കേട്ടോ. 6 മാസം ഉണ്ടായിരിക്കും. അത് ട്യൂട്ടർ ഇടുന്നുണ്ടോ? ഈ ട്യൂട്ടർ ആർക്ക് എഴുതാൻ പറ്റും? ദ ട്യൂട്ടർ എക്സാം എഴുതാൻ പറ്റും ആർക്കെങ്കിലും? ദ നഴ്സിംഗ് ട്യൂട്ടർ എക്സാം ആർക്ക് എഴുതാൻ പറ്റും? ദ നഴ്സിംഗ് ട്യൂട്ടർ എക്സാം ആർക്ക് എഴുതാൻ പറ്റും? ദ ട്യൂട്ടർ അത് വരുന്നുണ്ട് അടുത്ത്. ദ ട്യൂട്ടർ എക്സാം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ദ DHS കേട്ടോ. പറ്റുമോ ആർക്കെങ്കിലും? ദ നഴ്സിംഗ് ട്യൂട്ടർ എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും പറഞ്ഞില്ല. എന്താ ക്വാളിഫിക്കേഷൻ? ക്വാളിഫിക്കേഷൻ എന്താ? അതെ, ക്വാളിഫിക്കേഷൻ എന്താ? ദ ട്യൂട്ടർ ക്വാളിഫിക്കേഷൻ എന്താ? അത് ഫസ്റ്റ് പറഞ്ഞാൽ മതി. ദ ട്യൂട്ടർ ക്വാളിഫിക്കേഷൻ എന്താ പറഞ്ഞത്? BSc ആണോ MSc ആണോ എന്താ? JNM എന്തായിരിക്കും? ഇത് BSc അല്ലേ? BSc അല്ലേ? അല്ലേ? എസ് ഓർണോ പറഞ്ഞേ. എസ് ഓർണോ? യെസ്. അവിടെ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചത് യൂകാരിയോട്ടിക്കും അത് പ്രോകാരിയോട്ടും നമ്മൾ ഒരു വ്യത്യാസം പറഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് ഓർമ്മിച്ചിരിക്കും. ഒരു വ്യത്യാസം പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഓർമ്മിക്കോ? സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉള്ള ആളാരാ? ഉത്തരം പറയണ്ടായിരുന്നു. സെല്ലിനകത്ത് ദ ന്യൂക്ലിയസ് ഉള്ള ആളാരാ? ദ യൂകാരിയോട്ടിക് ആണോ അതോ പ്രോകാരിയോട്ടിക് ആണോ? സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉള്ള ആളാരാ? ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. സെല്ലിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട്, സെല്ലിന്റെ ഏറ്റവും നടുക്ക് ഭാഗത്തായിട്ട് ന്യൂക്ലിയസ് സ്ട്രക്ചർ ഉള്ള ആരാ? യൂകാരിയോട്ടിക് അല്ലേ? അല്ലേ? സെൽ ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അത് പ്രോകാരിയോട്ടിക്. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ബോഡിക്കകത്ത് ന്യൂക്ലിയസ് ഇല്ലാത്ത സ്ട്രക്ചർ ഉണ്ടോ? ബോഡിക്കകത്ത് ന്യൂക്ലിയസ് ഇല്ലാത്ത ചോദ്യം ഉണ്ടായിരുന്നു. ബോഡിക്കകത്ത് ന്യൂക്ലിയസ് ഇല്ലാത്ത സ്ട്രക്ചർ ഉണ്ടോ? ഏതാ ബോഡിക്കകത്ത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ? ഏതാ? RBC. ശരിയല്ലേ? അതൊരു ചോദ്യമായിരുന്നു. കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമായിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് അതെല്ലാം കൺഫ്യൂഷൻ ആയി പോയില്ലേ? ബോഡിക്കകത്ത് ന്യൂക്ലിയസ് ഇല്ല സ്ട്രക്ചർ ചോദിച്ചത് ആരാ? RBC. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിപ്പിക്കുമ്പോൾ ചോദ്യം കൂടെ പറഞ്ഞിരുന്നു. ഓർമ്മ ഉണ്ടക്കില്ല? ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇന്ന ക്ലാസ്സിൽ ചോദ്യം കൂടെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് വെറുതെ സെല്ല് മാത്രം പറഞ്ഞു പോകില്ല, അതിനകത്തുള്ള ചോദ്യം കൂടെ പറഞ്ഞു തരും. ബോഡിക്കകത്ത് ന്യൂക്ലിയസ് ഇല്ലാത്ത സ്ട്രക്ചർ ചോദിച്ചാൽ RBC ആണ്. കാരണം എന്താ? അതുകൊണ്ടല്ലേ RBC എപ്പോഴും കറക്റ്റ് 120 ഡേ ആകുമ്പോൾ ഡെസ്ട്രോയ് ആയി പോകുന്നത്. ന്യൂക്ലിയസ് ഇല്ലാത്ത കാരണം തന്നെ. ഇത് റീപ്രൊഡക്ഷൻ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും 120 ഡേയ്സ് ആകുമ്പോൾ RBC അത് ഡെസ്ട്രോയ് ചെയ്ത് പോകാൻ കാരണം എന്താണ്? RBCക്കകത്ത് ന്യൂക്ലിയസ് ഇല്ല. ബോഡിക്കകത്ത് ന്യൂക്ലിയസ് ഇല്ലാത്ത സ്ട്രക്ചർ ചോദിച്ചാൽ അത് RBC അല്ലേ? ബോഡിക്കകത്ത് ന്യൂക്ലിയസ് ഇല്ല, RBC അല്ലേ? അറിയാൻ പറ്റുന്ന കാര്യം. ബോഡിക്കകത്ത് ന്യൂക്ലിയസിലെ സ്ട്രക്ചർ RBC. അതുകൊണ്ടാണ് എന്താണ് 120 ഡേയ്സ് ആകുമ്പോൾ റീപ്രൊഡക്ഷൻ ഇല്ല, ഡെസ്ട്രോയ് ചെയ്ത് പോകും. ക്ലിയർ? മറക്കോ ഈ കാര്യം? മറക്കോ? സോ ദ ടൈപ്സ് ഓഫ് സെൽ കിട്ടിയോ? ദ ടൈപ്സ് ഓഫ് സെൽ ക്ലിയർ ആയല്ലോ? ദ പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോടെ? ഇത് പ്രോകാരിയോട്ടിക് ആണെങ്കിൽ ന്യൂക്ലിയസ് ഇല്ല, യൂകാരിയോട്ടിക് ആണെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്. ക്ലിയർ? സോ നെക്സ്റ്റ് ഈസ് ദ സെൽ സ്ട്രക്ചർ നോക്കാം. അടുത്ത ചാപ്റ്റർ ആണ് സെല്ലിനകത്ത് സെൽ സ്ട്രക്ചർ.
എനിക്കൊരു ഫേസ്ബുക്കിൽ പേജ് ഉണ്ട് കേട്ടോ, കേരള നേഴ്സസ്. നോക്ക് കേട്ടോ, കേരള നേഴ്സസ്. ഞാൻ എന്താണ് കുറെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് കേരള നേഴ്സസ് പറഞ്ഞോട്ടെ. ഫേസ്ബുക്കിനകത്ത് കേരള നേഴ്സസ് പേജ് ഉണ്ട്, അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യും കേട്ടോ. സ്റ്റഡി ചെയ്യാം. സെൽ സ്ട്രക്ചർ, സെൽ സ്ട്രക്ചർ ഇത്രയുണ്ട്. സെല്ല് എന്തൊക്കെ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്? സെൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സെല്ല് എന്തൊക്കെ ചേർന്ന് ഉണ്ടായിരിക്കുന്നത്? സെൽ എന്ന് ചെയ്യുന്നത്, സെൽ എന്തൊക്കെ ചേർന്ന് ഉണ്ടായിരിക്കുന്നത്? സെൽ സ്ട്രക്ചർ പറയുമ്പോഴേ സെൽ എന്തൊക്കെ ചേർന്ന് ഉണ്ടായിരിക്കുന്നത്? ഞാൻ ഓരോന്ന് പറയുമ്പോഴേ ഞാൻ നിങ്ങളുടെ മനസ്സ് പോലെ പറയണം, സെൽ എന്തൊക്കെയായിരിക്കും അല്ലേ, ഇങ്ങനല്ലേ? അല്ല, ഞാൻ വെറുതെ പഠിപ്പിക്കണമല്ല, നിങ്ങളെ ആ സൈഡിൽ നിന്നുണ്ട്, അപ്പുറ സൈഡ് വന്നിരുന്നുകൊണ്ട് ആലോചിക്കണം, സെൽ എന്തൊക്കെ ചേർന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഹ്യൂമൻ സെല്ല് എന്തൊക്കെ ചേർന്നായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തൊക്കെയായിരിക്കും ഹ്യൂമൻ സെല്ല് എന്തൊക്കെ ചേർന്നുണ്ടായിരിക്കുന്നത്? ചോദ്യം വരും. എന്തൊക്കെയായിരിക്കും? എത്ര സ്ട്രക്ചർ ചേർന്നിട്ടാണ് ഹ്യൂമൻ സെല്ല് എത്ര സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്? ഹ്യൂമൻ സെല്ല് എത്ര സ്ട്രക്ചർ? മൂന്നല്ലേ? 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 സെല്ല് പ്രധാനമായിട്ടും 3 സ്ട്രക്ചർ ചേർന്നാണ് ഉണ്ടായത്. ഏതൊക്കെ? ഫസ്റ്റ് വൺ ഇസ് പ്ലാസ്മ മെംബ്രെയിൻ. ഫസ്റ്റ് ഏതാ? പ്ലാസ്മ മെംബ്രെയിൻ. സെക്കൻഡ് ഏതാ? സൈറ്റോപ്ലാസം. ഫൈനലി ന്യൂക്ലിയസ്. ഇങ്ങനെ 3 സ്ട്രക്ചർ, പ്ലാസ്മ മെംബ്രെയിനും സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും എന്ന് പറഞ്ഞ 3 സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യും? സെല്ല് ഉണ്ടായിരിക്കുന്നത്. സെൽ മെമ്പർ ഏതായിരിക്കും? ഇത് ഔട്ടർ കവറിംഗ് ആണോ? സെൽ മെമ്പർ എന്ന് പറയുന്നത് ഇത് ഔട്ടർ കവറിംഗ് ആണോ? ഔട്ടർ കവറിംഗ് ആണോ? പ്ലാസ്മ മെമ്പർ എന്ന് പറയുന്നത് ഔട്ടർ കവറിംഗ് ആണോ? ഔട്ടർ കവറിംഗ് ആണോ? ഔട്ടർ കവറിംഗ് ആണോ? യെസ്. സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ സെല്ലിനകത്തുള്ള എല്ലാ വെയിറ്റ് സൗണ്ടിനോടെ സൗണ്ട് ഉണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ കയ്യില്ലേ ആയിപ്പോ. ഒരു മിനിറ്റ് വെയിറ്റ്. സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടോ? എന്റെ കൈ വെറുതെ ഇരിക്കാത്തതാണ് മെയിൻ കാരണം. കോളേജിൽ പഠിപ്പിക്കുമ്പോൾ കൈ അടങ്ങിയിരിക്കില്ല. ഇപ്പൊ കാണാമല്ലോ. കാണാമോ? അപ്പൊ സെല്ലിന് പ്രധാനമായിട്ടും 3 സ്ട്രക്ചർ അല്ലേ? സെല്ലിന് പ്രധാനമായിട്ടും 3 സ്ട്രക്ചർ ഏതൊക്കെയാ? സെല്ല് എപ്പോ ഉണ്ടാക്കിയിരിക്കുന്നത് 3 സ്ട്രക്ചർ ഏതൊക്കെയാ? സെല്ല് പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് 3 സ്ട്രക്ചർ ചേർന്ന് ഏതൊക്കെയാ? പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് അല്ലേ? അപ്പൊ സെല്ലിനകത്ത് കണ്ടൻസ് എല്ലാം കൂടെ ചേർന്ന് സൈറ്റോപ്ലാസം ആയില്ലേ? സെല്ലിനകത്തുള്ള എല്ലാ കണ്ടൻസ് ചേർന്ന് സൈറ്റോപ്ലാസമായി. ഏറ്റവും സെല്ലിന്റെ ഏറ്റവും സെൻട്രൽ ഫാദർ ഉണ്ട്. സെല്ലിന്റെ ഏറ്റവും സെൻട്രൽ ഫാദർ ന്യൂക്ലിയസ് ഇല്ലേ? ന്യൂക്ലിയസ് ഇല്ലേ? യെസ്. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യത്തിൽ എന്ത് ചെയ്യും? സെല്ലുണ്ടായി 3 സ്ട്രക്ചർ പ്രധാനമായിട്ട് എപ്പോഴും സെല്ലിനകത്ത് ഉള്ളതെന്ന കാര്യം മറക്കരുത്. 3 സ്ട്രക്ചർ പ്രധാനമായിട്ട് എപ്പോഴും സെല്ലിന് ഉള്ളത്. നെക്സ്റ്റ് സെൽ മെമ്പർ എന്താ? നെക്സ്റ്റ് പഠിക്കാനുള്ള കാര്യം സെൽ മെമ്പർ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പർ എന്ന് പറയുന്നത് എന്താ? സെൽ മെമ്പർ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ കാണും?
സെൽ മെമ്പറിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പർ കാണും. ചോദ്യം വരും, സെൽ വാളാണോ അത്? സെൽ മെമ്പർ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പർ എന്ന് പറയുമ്പോൾ സെൽ വാളാണോ? സെൽ വാളാണോ? ഒരു ചോദ്യം അത്. സെൽ മെമ്പർ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പർ എന്ന് പറയുമ്പോൾ സെൽ വാളാണോ? അതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യമാണ്. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. സെൽ മെമ്പർ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പർ സെൽ വാളാണോ? ആണോ? ആണോ? സെൽ വാൾ എവിടെ മാത്രമേ കാണുള്ളൂ? വ്യത്യാസം പഠിക്കണം. സെൽ വാൾ എവിടെ മാത്രമേ ഉള്ളൂ? അനിമൽ സെൽ മാത്രമേ ഉള്ളൂ. സെൽ വാൾ എവിടെ മാത്രമേ ഉള്ളൂ? അനിമൽ സെൽ മാത്രമേ ഉള്ളൂ. ആണോ? അതൊന്ന് പ്ലാന്റ്സിലാണോ? ആലോചിച്ച് പറയുക. അനിമൽസിലാണോ പ്ലാന്റ്സിലാണോ സെൽ വാൾ ഉള്ളത്? അനിമൽസിലാണോ പ്ലാന്റ്സിലാണോ സെൽ വാൾ ഉള്ളത്? ഞാൻ ചോദ്യം പറഞ്ഞ് പഠിപ്പിച്ച് പറയുകയാണ്. ചോദിക്കട്ടെ, പറഞ്ഞേ. സെൽ വാൾ എവിടെ കാണും? പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. സെൽ വാൾ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. സെൽ വാൾ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. സെൽ വാൾ എപ്പോഴും പ്ലാന്റ്സിൽ മാത്രമല്ലേ? യെസ് ഓർ നോ? പറഞ്ഞേ, നോക്കട്ടെ. ഞാൻ ചോദ്യം കൂടെ പറയും എന്ന് പറഞ്ഞു. സെൽ വാൾ ഈ പറഞ്ഞ പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ നോർമലി ഹ്യൂമൻ ബീങ്സിനകത്ത് സെൽ മെമ്പറൈൻ അല്ലേ? നോർമലി ഹ്യൂമൻ ബീങ്സ് സെൽ മെമ്പറൈൻ അല്ലേ? ഒരു സെല്ലിന്റെ ഇത് ബൗണ്ടറി എന്ന് പറയാൻ ആരാ? ഹ്യൂമൻസിനകത്ത് സെല്ലിന്റെ ഇത് ബൗണ്ടറി എന്ന് പറഞ്ഞ ആരാ? 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 സെൽ 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 മെമ്പറൈൻ അല്ലേ? ഹ്യൂമൻ ബീങ്സിനകത്ത് ബൗണ്ടറി ഓഫ് സെൽ ആരാ? സെൽ മെമ്പറൈൻ അല്ലേ? സെൽ മെമ്പറൈൻ അല്ലേ? അല്ലേ? ആണോ? യെസ്. ഒരു സെല്ലിന്റെ ഇത് ബൗണ്ടറി മാർക്ക് ചെയ്യുന്നവരാ? ഒരു സെല്ലിന്റെ ബൗണ്ടറി മാർക്ക് ചെയ്യുന്നവരാ? ഇറ്റ് ഈസ് ബൈ സെൽ വാൾ. ചോദ്യം കേട്ടോ. അതൊരു സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പറയാണോ? പഠിക്കാറുണ്ട്, ഞങ്ങൾ പഠിക്കും. സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പറയാണോ? നമ്മൾ കിഡ്നി പഠിക്കും. സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പറയാണോ? അല്ലേ? സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പറൈൻ ആണ്. എന്താണ് സെലക്ടീവ് മെമ്പറൈൻ? എന്താണ് സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പർ എന്ന് പറയുന്നത്? അതും അറിയണമല്ലോ. എന്താണ് സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പറൈൻ? നമ്മൾ കിഡ്നി പഠിക്കും കേട്ടോ. പക്ഷെ ഇപ്പൊ പറഞ്ഞുതരാം. ആവശ്യമുള്ള സാധനം മാത്രമല്ലേ അകത്തേക്ക് കടത്തിവിടത്തുള്ളൂ, അല്ലെ? സെല്ലിനകത്തേക്കും പുറത്തേക്കും ആവശ്യമായ സ്വഭാവം മാത്രമല്ലേ കടത്തിവിടത്തുള്ളൂ. അതല്ലേ അത്? സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പർ എന്ന് പറയുമ്പോൾ സെല്ലിന് അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമല്ലേ അകത്തേക്കും പുറത്തേക്കും കടത്തിവിടത്തുള്ളൂ. ശരിയല്ലേ? ഫങ്ഷൻ അല്ലേ അത്? അല്ലേ? ആ സെല്ല് ചുറ്റുമുള്ള എന്താണ് ആ മെമ്പറിൻ സെല്ലിനകത്തേക്ക് ആവശ്യമായതും മാത്രം കടത്തിവിടും, ആവശ്യമില്ലാത്തതിനും പുറത്തോട് കടത്തിവിടും. ചെയ്യില്ലേ? യെസ്. ക്ലിയർ? ക്ലിയർ? വീണ്ടും കേരള PSC എക്സാം കഴിഞ്ഞൊരു ഒരു 3 വർഷം ചോദിച്ചായിരുന്നു. സെല്ലിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റും സെല്ല് പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റും ആരാ മെയിൻറ്റെയിൻ ചെയ്തത്? ഇത് ചോദ്യമാണ് കേട്ടോ. ഇത് ചോദ്യമായിരുന്നു. സെല്ലിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റും സെല്ല് പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റും ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ചോദ്യമായിരുന്നത്. സെൽ മെമ്പറൈൻ. ഉത്തരം സെൽ മെമ്പറൈൻ. ഇതാ ചോദ്യം. കഴിഞ്ഞ ചോദ്യമായിരുന്നു. സെല്ലിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റും സെല്ലിന് പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റും ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതൊരു ചോദ്യമാണ്. സെല്ലിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റും സെല്ലിന് പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റും ആരാണ് മെയിൻറ്റെയിൻ? ഉത്തരം പറഞ്ഞേ. സെല്ലിനകത്തുള്ള ഇന്റേണൽ എൻവയോൺമെന്റും പുറത്തുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റും ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആരാ? സെൽ മെമ്പറൈൻ. ക്ലിയർ? 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 യെസ്. ഇവിടങ്ങൾ പലപ്പോഴും വേറെ കുറെ പഠിക്കണം. സോഡിയം പൊട്ടാസ്യം കണ്ടുണ്ടെങ്കിലും സോഡിയം പൊട്ടാസ്യം കണ്ടുണ്ടോ? അത് ഞാൻ സെപ്പറേറ്റ് വഴി കേട്ടോ. ഇതിനകത്ത് പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ സോഡിയം അകത്തേക്ക് പോകുന്ന കാര്യവും പൊട്ടാസ്യം വരുന്ന കാര്യവും എല്ലാം
ഞാൻ ഇതിന്റെ കൂടെ പുറകെ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പറയും കേട്ടോ. സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് ഇപ്പൊ സോഡിയം പൊട്ടാസ്യം വരുന്ന കാര്യമെല്ലാം ഞാൻ വേറെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കും. ഇവിടെ പഠിക്കണം കേട്ടോ. കേട്ടോ കേട്ടോ എന്നുണ്ടോ കേട്ടോ. ഇനി ഈ പറഞ്ഞ സെൽ മെമ്പർ എത്ര ലെയർ ഉണ്ട്? ഈ പറഞ്ഞ സെൽ മെമ്പറിൽ എത്ര ലെയർ ഉണ്ട്? സെൽ മെമ്പർ എത്ര ലെയർ ഉണ്ട്? സെൽ മെമ്പർ എത്ര ലെയർ ഉണ്ട്? 1 ആണോ 2 ആണോ 3 ആണോ? സെൽ മെമ്പർ എത്ര ലെയർ ഉണ്ട്? ചോദ്യം വരും. അതും ചോദ്യം. അത് ചോദ്യം. സെൽ എത്ര ലെയർ ഉണ്ട്? സെൽ മെമ്പർ എത്ര ലെയർ ഉണ്ട്? ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ദ ബൈ ലെയർ ഓഫ് ലിപ്പിഡ് ആണോ? 2 ലെയറല്ലേ സെൽ മെമ്പറിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? 2 ലെയർ ഉണ്ടല്ലേ? ബൈ ലെയർ ഓഫ് ലിപ്പിഡ് ഉണ്ടല്ലേ? സെൽ മെമ്പറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബൈ ലെയർ ഓഫ് ലിപ്പിഡ്സ് എന്നല്ലേ? 2 ലെയർ ഓഫ് ലിപ്പിഡ്സ് ചേർന്നാണ്. 2 ലെയർ ഓഫ് ലിപ്പിഡ്സ് ചേർന്നാണ് എന്താണ് സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ബോഡിക്കകത്തുള്ള മേജർ കോമ്പൗണ്ടായ ലിപ്പിഡ് ചേർന്നാണ് ഇത് സെൽ മെമ്പറൈൻ എപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത്. മറക്കരുതേ, ദ ബൈ ലെയർ ഓഫ് ലിപ്പിഡ്. മറക്കരുതേ, ദ ബൈ ലെയർ ഓഫ് ലിപ്പിഡ് ചേർന്നെപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അവിടെ വീണ്ടും കാര്യം പഠിക്കണം. എത്ര ടൈപ്സ് ലിപ്പിഡ് ഉണ്ട് ബോഡിക്കകത്ത്? എത്ര ടൈപ്സ് ലിപ്പിഡ് ഉണ്ട്? ദ ബൈ ലെയർ ഓഫ് ലിപ്പിഡ് ചേർന്ന് ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും നമുക്ക് വീണ്ടും പഠിക്കണം എത്ര ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ് ബോഡിക്കകത്തുണ്ട്. അതും ചോദ്യമാണ്. അതും എക്സാം ചോദ്യം. ബോഡിക്കകത്ത് എത്ര ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ് ഉണ്ട്? ദ ടൈപ്സ് ഓഫ് ലിപ്പിഡ്സ് ചോദ്യമാണ്. ഫസ്റ്റ് വൺ ഇസ് ഫോസ്ഫോലിപ്പിഡ് ഉണ്ടെങ്കിലും ഫോസ്ഫോലിപ്പിഡ് 75% ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. 20% കൊളസ്ട്രോൾ ഉണ്ട്. ആൻഡ് 5% ഗ്ലൈക്കോ ലിപ്പിഡ്സ് ഉണ്ട്. ശരിയല്ലേ? ഈ 3 ലിപ്പിഡ്സ് ചേർന്ന് സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മറക്കരുതേ, ഈ 3 ലിപ്പിഡ്സ് ഏതൊക്കെയാ? ഫോസ്ഫോലിപ്പിഡും ആൻഡ് കൊളസ്ട്രോളും ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡും. ഈ 3 ലിപ്പിഡ്സ് ചേർന്നാണ് സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയർ 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 ഇതൊക്കെ പണ്ട് പഠിച്ച ഓർമ്മയായിരുന്നില്ല? പണ്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ട്? ഇല്ലല്ലോ. പണ്ട് കോളേജിൽ നഴ്സിംഗ് ഇതൊന്നും പഠിപ്പിക്കാറില്ലല്ലോ. ഇതൊന്നും പഠിച്ചില്ലല്ലോ. ഉണ്ടോ ആരെങ്കിലും? പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കോളേജിൽ നഴ്സിംഗ് ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. ഓർമ്മയുണ്ടോ? ഇല്ല. മറന്നുപോയി. ഇത്ര ക്ലിയർ അവിടെ? ഇനി എല്ലാ സമയവും രാത്രി സമയം 8 മണി മതിയോ? സമയം 8 മണി മതി. രാത്രി 8 മണി മതിയോ? രാത്രി 8 മണി മതിയോ? അതോ 9 മണി വേണോ? 9:30 വേണോ? എപ്പോ വേണം സമയം ക്ലാസ്? അത് 7 മണി വേണം? തീരുമാനിക്കാം. ആദ്യം സ്റ്റാർട്ടിങ് ഞാൻ തുടക്കം 8 മണിയാണ്. ഞാൻ നിങ്ങൾ ചോദിക്കണ്ടേ എപ്പോ വേണം? 7:30 or 8? 7:30 ആണോ 8 ആണോ? പിന്നെ കാര്യം, ഞാൻ ഇത്തവണ കൂടെ മാത്രമേ ക്ലാസ് എടുക്കട്ടോ. ഞാൻ ഈ ഒരു പ്രാവശ്യം കൂടെ ക്ലാസ് എടുക്കുള്ളൂ. അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ അടുത്ത DHL ക്ലാസ് എടുക്കാറില്ല. ഞാൻ ഇതോടെ നിർത്തുകയാണ് കേട്ടോ. ഇതോടെ ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു എക്സാം കൂടെ വരുന്ന DHS എക്സാം കൂടെ തന്നെ എഴുതി വരുന്ന കുട്ടികളെല്ലാം പാസ്സാക്കിയ ശേഷം ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുക കേട്ടോ. ഇത്തവണ വരുന്ന എല്ലാവരും ഞാൻ പാസ്സാക്കും. ഞാൻ 100% എല്ലാവരും പാസ്സാക്കും. ഇത്തവണ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും ഞാൻ പാസ്സാക്കും. എൻ്റെ ജീവൻ കൊടുത്ത് വേണമെങ്കിൽ ഞാൻ പാസ്സാക്കും. ഇതോടുകൂടി ഞാൻ ക്ലാസ് ഈ ഒരു DHS കൂടെ ഉള്ളു കേട്ടോ. എന്താണ് ഞാൻ പോകണം കേട്ടോ. പഠിക്കുമല്ലോ എപ്പോഴും. പഠിക്കുമോ ഞാൻ ഒരിടത്തും പോകുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്താണ് വയ്യ. ഇനി എന്താണ് ഈ രാത്രിയും പകലും? നമുക്ക് അറിയാലോ. 4 മണി, 3 മണി, 2 മണി, 1 മണി, 12:30 അറിയാലോ. അത് ഉറക്കമില്ല. അറിയാലോ. ഉറക്കം കിട്ടുന്നില്ല. ഉറക്കമൊന്നുമില്ല. സമയം എത്ര ചോദിച്ചാൽ 1 മണിയാണോ 2 മണിയാണോ ഉച്ചയാണോ രാവിലെയാണോ അറിയില്ല. അങ്ങനെ കേട്ടോ.
ഇങ്ങനെ അതറിയാലോ, അറിഞ്ഞു. ലാസ്റ്റ് ടൈം ഓർമ്മയുണ്ടല്ലോ, ലാസ്റ്റ് മാസം ഓർമ്മയുണ്ടല്ലോ, ലാസ്റ്റ് മാസം ഓർമ്മയുണ്ടല്ലോ. 1 മണിയാണോ, രാത്രി ഏർലി മോർണിംഗ് ആണോ, നൈറ്റ് ആണോ, ഒന്നും ഓർമ്മയില്ല. എക്സാം ചോദ്യം കേട്ടോ, എക്സാം ചോദ്യം വരും, ചോദ്യം വീണ്ടും വരും. ഞാൻ സെൽ മെമ്പറെ കുറിച്ച് പറഞ്ഞപ്പോൾ എക്സാം വീണ്ടും ചോദ്യമുണ്ട്, എക്സാമിന് വീണ്ടും ചോദ്യമുണ്ട്. സെൽ മെമ്പറെ കുറിച്ച് പറയുന്ന തിയറീസ് എന്തെങ്കിലും ഉണ്ടോ? സെൽ മെമ്പറെ കുറിച്ച് പറയുന്ന തിയറീസ് ഉണ്ട്. ഇപ്രാവശ്യം പഠിക്കേ, ഇപ്രാവശ്യം പാസ്സാവേ, ഇപ്രാവശ്യത്തോടെ എന്താണ് ഇല്ല പാസ്സാണ് കേട്ടോ. ഇപ്രാവശ്യത്തോടെ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിച്ച്, പുതിയ കുട്ടികൾ എല്ലാവരും പഠിച്ച് പാസ്സാവട്ടോ. ചോദ്യം വരും കേട്ടോ. സെൽ മെമ്പറിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത് തിയറീസ് ഏതൊക്കെയാ? ചോദ്യം വരും. സെൽ മെമ്പറെ കുറിച്ച് പറയുന്ന സ്ട്രക്ചറിനെ കുറിച്ചുള്ള തിയറീസ് ഏതൊക്കെയാ? ചോദ്യം വരും, ചോദ്യം ചോദിക്കും. സെൽ മെമ്പറിന്റെ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുന്ന തിയറി ഏതൊക്കെയാ? ചോദ്യം വരും. മോഡൽ ഏതൊക്കെയാ? സെൽ മെമ്പറൈൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്ന തിയറീസ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് സെൽ മെമ്പറൈൻ സ്ട്രക്ചർ ഈസ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ബൈ ആദ്യമായിട്ട്, എപ്പോഴും ആദ്യമായിട്ട് സെൽ മെമ്പറൈന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞുതരാം ദ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ആണോ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ആദ്യം 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 ഏറ്റവും ആദ്യം സെൽ മെമ്പറൈന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സെൽ മെമ്പറൈന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അല്ലേ? അല്ലേ? ആരാത്? ആരാത്? ആരെ പേരാണ്? കണ്ടുപിടിച്ചുള്ള പേരെന്താ? ഇറ്റ് ഈസ് നിക്കോൾസനും ജോണാഥൻ സിംഗർ ആണോ? നിക്കോൾസൺ ഗ്രാത്ത് നിക്കോൾസനും ജോണാഥൻ സിംഗറുമാണോ? ആണോ? ഗ്രാത്ത് നിക്കോൾസനും ജോണാഥൻ സിംഗറുമാണോ? ആണോ? എക്സാം ചോദ്യം വരും. ഫ്ലൂയിഡ് മൊസൈക്ക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പേരെന്താ? ഈ പറഞ്ഞ സെൽ മെമ്പറിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, സെൽ മെമ്പറിന്റെ സ്ട്രക്ചറെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞ ആളുടെ പേരെന്താ? ഫസ്റ്റ് ആരാ? ജോണാഥൻ സിംഗർ ആൻഡ് ഗ്രേറ്റ് നിക്കോൾസൺ. നിങ്ങൾ പഴയ നിങ്ങളുടെ വീട്ടിലുള്ള പഴയ വീടാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കോ? ഇത് മൊസൈക്ക് കണ്ടുകൊണ്ടോടെ? മൊസൈക്ക് അവിടെയും ഇവിടെയായിട്ട് കുറെ കണ്ടുകൊണ്ടായിരിക്കില്ലേ? അവിടെയും ഇവിടെ കുറെ പാർട്ടിക്കിൾസ് വിതറിയ പോലെ ഇത് മൊസൈക്ക് കണ്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ വീട്ടിലുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇത് പഴയ മൊസൈക്കുള്ള വീട് കണ്ടുണ്ടായിരിക്കില്ല? അവിടെയും ഇവിടെയായിട്ട് കുറെ പാർട്ടിക്കിൾസ് വിതറിയ പോലെ കണ്ടുണ്ടോ? അത് തന്നെയാണ് സംഭവം അല്ലേ? ആ തിയറി ഏതാ? ആ തിയറി പേരെന്താ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ആരാ പറഞ്ഞുതരാ? ദ സെൽ സ്ട്രക്ചർ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താരാ? ആരാ? ജോണാഥൻ സിംഗർ ആൻഡ് ഗ്രേറ്റ് നിക്കോൾസൺ. സെൽ മെമ്പർ എന്ന് പറയുന്നത് ഒരു ബൈലെയർ ആണ്, ലിപ്പിഡ് ലെയർ ആണ്. ആ തിയറി ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാരാ? ആരാ? ഫ്ലൂയിഡ് മൊസൈക്ക് തിയറി ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാരാ? ജോണാഥൻ സിംഗർ ആൻഡ് ഗ്രേറ്റ് നിക്കോൾസൺ. മറക്കരുത്, ഈ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. ക്ലിയർ? ക്ലിയർ? ഇനി വീണ്ടും ചോദ്യം വരും. അടുത്തൊരു ചോദ്യം വരുന്ന കാര്യമാണ്, സെല്ലിനകത്തേക്ക് സ്പേസ് ഉണ്ടോടെ? ചോദിക്കട്ടെ, ഒരു സെൽ എടുക്കുമ്പോൾ സെല്ലിനകത്തേക്ക് സ്പേസ് ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു സെല്ല് 12 ക്ലാസ് പറഞ്ഞില്ലേ? സെല്ലൊരു 12 ക്ലാസ് പറഞ്ഞില്ലേ? കാര്യം മനസ്സിലായി? ഇപ്പൊ സെല്ലൊരു 12 ക്ലാസ് വരുമെന്ന കാര്യം മനസ്സിലായോ? നിങ്ങൾ സെല്ലിനകത്തുള്ള എന്തെങ്കിലും പഠിച്ചോ? വേറെ പഠിച്ചോ? സെല്ലിനകത്തുള്ള വേറെ എന്തെങ്കിലും പഠിച്ചില്ലല്ലോ? സെല്ലിനകത്തേക്കുള്ള വേറെ ഒന്നും പഠിച്ചില്ലല്ലോ? വേറെ ഒരു കാര്യം പഠിച്ചില്ലല്ലോ? അതാ കാര്യം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ്. എല്ലാം പഠിക്കുക കേട്ടോ, പഠിക്കോടെ, ആർക്ക് വേണ്ട. സെല്ലിനകത്തേക്ക് സ്പേസ് ഉണ്ടോ? സെല്ലിനകത്തേക്കും സെല്ലിന് പുറത്തേക്ക് സ്പേസ് ഉണ്ടോ? ചോദിക്കട്ടെ, ഒരു സെല്ലെടുത്ത് സെല്ലിനകത്തേക്കും സെല്ലിന് പുറത്തേക്ക് സ്പേസ് ഉണ്ടോ? ഇൻട്രാ സെല്ലുലർ സ്പേസും എക്സ്ട്രാ സെല്ലുലർ സ്പേസും ഉണ്ടോ? സെല്ലിനകത്തേക്ക് എന്ന് പറയുമ്പോൾ ഇൻട്രാ സെല്ലുലർ സ്പേസും, സെല്ലിന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ.
സൗണ്ട് കേൾക്കാമോ ഇപ്പോൾ? സൗണ്ട് കേൾക്കാം, ഞാൻ കണ്ടില്ല. സൗണ്ട് കേൾക്കാമോ? കണ്ടില്ല. എന്താ പറഞ്ഞ ലാസ്റ്റ് എന്താണോ? ലാസ്റ്റ് പറഞ്ഞത് സ്പേസ് ആണോ? സ്പേസ് ആണോ? യെസ്, സ്പേസ് അല്ലേ? ഞാൻ കണ്ടില്ല കേട്ടോ. സ്പേസ് ആണോ? സ്പേസ് ആണോ? സ്പേസ് ആണോ? സ്പേസ് ആണോ? അതാ സ്പേസ് അല്ലേ? സ്പേസ് അല്ലേ? സ്പേസ് അല്ലേ? അപ്പൊ സെല്ലിനകത്തേക്ക് സ്പേസ് ഉണ്ടോ? സെല്ലിനകത്തേക്ക് സ്പേസ് ഉണ്ടോ? ഉണ്ട് അല്ലെ? സെല്ലിനകത്തേക്ക് സ്പേസ് ഉണ്ട്, സെല്ലിന് പുറത്തേക്കും ഇല്ലേ? ഒരു സെല്ല് എടുത്ത സെല്ലിനകത്തേക്ക് സ്പേസ് ഉണ്ട്, സെല്ലിന് പുറത്തേക്ക് സ്പേസ് ഇല്ലേ? ആ, ഈ രണ്ടിന്റെയും വാട്ടറിന്റെ അഫിനിറ്റി ഉണ്ടോ? വ്യത്യാസം ഉണ്ടോ? അകത്തുള്ള സ്പേസിലുള്ള വാട്ടറിന്റെയും പുറത്തുള്ള വാട്ടറിന്റെയും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. അതില്ലേ? വ്യത്യാസം ഉണ്ടോ? സെല്ലിനകത്തുള്ള ഇൻട്രാസെല്ലിനകത്തും എക്സ്ട്രാ സെല്ലിനകത്തും വാട്ടറിന് വ്യത്യാസം ഉണ്ടോ? ഇൻട്രാ സെല്ലിനകത്തും വാട്ടറിന്റെ വ്യത്യാസം ഉണ്ട് അല്ലെ? ഇൻട്രാ സെല്ലിനകത്തും എക്സ്ട്രാ സെല്ലിനകത്തും വാട്ടറിന്റെ വ്യത്യാസം ഉണ്ട്. അതെങ്ങനെ പറയാം? അതാ ചോദ്യം. എക്സ്ട്രാ സെല്ലുലർ ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് ആണോ? അതാ ചോദ്യം. വാട്ടറിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എക്സ്ട്രാ സെല്ലുലർ ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് ആണോ? രണ്ട് സൈഡിലും ഇത് ബൈലെയർ എന്ന് പറയുമ്പോൾ ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് ആണോ? ഫിലിക് ആണോ ഫോബിക് ആണോ? ഹൈഡ്രോഫിലിക് അല്ലേ? രണ്ട് സൈഡിൽ ഇത് ബൈലെയർ എന്ന് പറയുമ്പോൾ ഹൈഡ്രോഫിലിക് അല്ലേ? അഫിനിറ്റി ടുവേഴ്സ് വാട്ടർ അല്ലേ? വാട്ടർ മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യുന്നല്ലേ ഹൈഡ്രോഫിലിക് അല്ലേ? വാട്ടർ മോളിക്യൂൾസിനെ അകത്തേക്ക് അട്രാക്ട് ചെയ്യുന്നല്ലേ ഹൈഡ്രോഫിലിക്? വാട്ടർ മോളിക്യൂൾസിനെ അകത്തേക്ക് അഫിനിറ്റി എന്ന് പറയുമ്പോൾ അഫിനിറ്റി ടുവേഴ്സ് വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് അകത്തേക്ക് അട്രാക്ട് ചെയ്യുന്നല്ലേ ഹൈഡ്രോഫിലിക്. ഞാൻ ഓരോ വാക്കും ഇംഗ്ലീഷ് മനസ്സിലാക്കാത്ത ആൾക്കാർ പറഞ്ഞു തരും. ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ അകത്തേക്ക് വാട്ടറിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നല്ലേ അല്ലെ? സെല്ലിനകത്തേക്ക് വാട്ടറിനെ അട്രാക്ട് ചെയ്താൽ അത് ഹൈഡ്രോഫിലിക് എന്ന് വിളിച്ചൂടെ? ക്ലിയർ. അതേസമയം സെല്ലിന്റെ ഏറ്റവും മിഡിൽ എത്തുമ്പോഴേ സെൻട്രൽ, അതേസമയം സെല്ലിന്റെ ഏറ്റവും മിഡിൽ എയറിലെ എത്തുമ്പോൾ സെൻട്രൽ എത്തുമ്പോൾ വാട്ടറിനെ അബ്സോർവ് ചെയ്യും. അതേസമയം സെല്ലിന്റെ സെന്റർ എത്തുമ്പോഴേ വാട്ടറിനെ അബ്സോർവ് ഇല്ല, ശരിയല്ലോ? സെല്ലിന്റെ ഏറ്റവും മിഡിൽ ഭാഗം സെന്റർ ചെയ്യും, വാട്ടറിനെ അബ്സോർവ് ചെയ്തില്ല. അപ്പൊ എന്താ? ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് ആണോ? സെല്ലിന്റെ ഏറ്റവും മിഡിൽ ഭാഗം എത്തുമ്പോൾ വാട്ടറിനെ അബ്സോർവ് ചെയ്യില്ല. അത് ഹൈഡ്രോഫിലിക് ആണോ ഫോബിക് ആണോ? ഫോബിക് അല്ലേ? പറഞ്ഞേടേ മറക്കരുത്. സെല്ലിന്റെ ഏറ്റവും സെൻട്രൽ പോർഷൻ എപ്പോഴും എന്താ? സെല്ലിന്റെ ഏറ്റവും സെൻട്രൽ പോർഷൻ എപ്പോഴും ഹൈഡ്രോഫോബിക് ആണ്. എന്ത് പേടിയില്ലേടെ? വാട്ടറിനെ അബ്സോർവ് ചെയ്യില്ലല്ലോ. വാട്ടറിനെ അബ്സോർവ് അകത്തേക്ക് എടുക്കില്ലല്ലോ. ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോൾ വാട്ടറിനെ ഒരിക്കലും അബ്സോർവ് അകത്തേക്ക് എടുക്കില്ല, ശരിയല്ലേ? സെല്ലിന്റെ ഏറ്റവും സെൻട്രൽ ഭാഗം വാട്ടർ ഒരിക്കലും അകത്തേക്ക് അബ്സോർവ് ചെയ്തെടുക്കില്ല. ഇത്രയുമാണ് മെമ്പറൈൻസിന്റെ പ്രത്യേകത. ഇനി വെറുതെ ഉണ്ടോ? ഈ പറഞ്ഞ മെമ്പറൈൻസിന് വേറെ പ്രത്യേകത ഉണ്ടോ? ഇത്രയും പറഞ്ഞു. മെമ്പറൈൻസിന് വേറെ പ്രത്യേകത ഉണ്ടോ? എവിടെയെങ്കിലും പോറസ് സെൽ മെമ്പറൈൻ ഈസ് എ പോറസ് എന്ന് പറഞ്ഞെങ്കിലും, സെൽ മെമ്പറൈൻ ഈസ് എ പോറസ് എന്ന് പറഞ്ഞെങ്കിലും, എന്താ പോറസ്? എന്താ ചെറിയ സുഷിരങ്ങളാണോ? പോറസ് മീൻസ് ചെറിയ സുഷിരങ്ങളാണോ? പോറസ് മീൻസ് ചെറിയ സുഷിരങ്ങളാണോ? യെസ് അല്ലേ? സെൽ മെമ്പറിന് എന്തുണ്ട്? സുഷിരങ്ങളുണ്ടല്ലേ അല്ലേ? യെസ്, ക്ലിയർ. ഇനി വീണ്ടും പഠിക്കാൻ പോകുന്ന കാര്യം അടുത്ത സെക്ഷനാണ്. ഇമ്പോർട്ടന്റ് കാര്യം ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. അത് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ചോദ്യമുണ്ട്. ഇങ്ങോട്ടുള്ള മെക്കാനിസം എങ്ങനെയാ? ക്വസ്റ്റ്യൻ വരുമേ. ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ക്വസ്റ്റ്യൻ വരും. പ്രധാനമായിട്ട് സെല്ലിൽ എത്ര ടൈപ്പ് മെക്കാനിസം ഉണ്ട്?
സെല്ലിനകത്ത് പ്രധാനമായിട്ടും എത്ര ടൈപ്സ് ഓഫ് മെക്കാനിസം ഉണ്ട്? ചോദ്യം ഇവിടെ ചോദിക്കാറുണ്ട്. ഓരോ സെക്ഷനെ പഠിപ്പിക്കുകയാണ്. ചോദ്യം ഇവിടുന്ന് വരും. എത്ര ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഉണ്ട്? 2. പ്രധാനമായിട്ടും 2 ടൈപ്സ് ഇല്ലേ? പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഉള്ള, ശരിയല്ലേ? സെല്ലിനകത്തോട്ട് പുറത്തോട്ട് പ്രധാനമായിട്ട് 2 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഉണ്ട്. ഏതൊക്കെയാ? ബോത്ത് ആക്റ്റീവും പാസീവും ആണോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസവും പാസീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞ 2 ടൈപ്സ് ഓഫ് മെക്കാനിസം ആണ് എപ്പോഴും സെല്ലിനകത്തേക്കും പുറത്തേക്കുള്ള മെക്കാനിസം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അല്ലേ? വ്യത്യാസം എന്താ? വ്യത്യാസം പഠിക്കാം. എന്താണ് ആക്റ്റീവ്, എന്താണ് ആക്റ്റീവ് എന്നത് പാസീവ്? ഇത് പഠിച്ചിട്ടേ, ഇത് പഠിച്ച ശേഷം എനിക്ക് നാളെ ഒരു 10 മണിയാകുമ്പോഴേ ഒരു മെസ്സേജ്, സാർ എഴുതിയ നോട്ട്സ് ആക്റ്റീവും പാസീവ് തരം കേട്ടോ, ചോദിക്കുമോ? നിങ്ങൾ ഇത് പോയിന്റ്സ് മാത്രം എന്റെ കൈക്ഷണം വായിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കട്ടെ, ചോദിക്കുമല്ലോ. ഞാൻ എല്ലാ കാര്യവും സ്മാൾ ക്യാപ്സ്യൂളായിട്ട്, സ്മാൾ ക്യാപ്സ്യൂളില് ഈ നോട്ടിന്റെ കൂടെ തന്നെ എല്ലാ കാര്യവും, എല്ലാ ചാപ്റ്ററും, ഇത് മാത്രമല്ല എല്ലാ സെഷൻ പഠിക്കുമ്പോഴേ എന്റെ ഓരോ ക്ലാസ് നോട്ട്സ് ഞാൻ ക്യാപ്സ്യൂൾ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോദിക്കും തരം കേട്ടോ. കാരണം ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കാര്യം ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. ഈ പറഞ്ഞ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്ന കാര്യമാണ്. ഞാൻ പണ്ട് ഇത് 2-3 വർഷം എഴുതിയ, ഇന്ന് എഴുതിയൊന്നുമല്ല, 2-3 അല്ലെ ഉണ്ടായിരിക്കും, ഇന്ന് ഡേറ്റ് ഉണ്ടായിരിക്കും. 3 വർഷം മുമ്പ് എഴുതി വെച്ച കാര്യം, 3 വർഷം മുമ്പ് എഴുതി വെച്ച ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പറഞ്ഞപ്പോ ഓർമ്മ വന്നത് 3 വർഷം മുമ്പ്, 2020 ആണോന്ന് അറിയില്ല. അപ്പോൾ എപ്പോഴും അതുണ്ടായിരിക്കും, ഡേറ്റ് മാസം കൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ എഴുതി ഡേറ്റ് മാസം അതുകൊണ്ടായിരിക്കും. അത് ഒന്ന് ഇതിൽ കൂടെ വായിക്കട്ടോ. വായിക്കോ കേട്ടോ? വായിക്കുകയാണെങ്കിൽ ഞാൻ തരാം കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം ചോദിക്കുക കേട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം എനിക്ക് പേഴ്സണലി മെസ്സേജ് കേട്ടോ. ഇനി അങ്ങനെ ഫസ്റ്റ് ഏതാ? ആക്റ്റീവും പാസീവും പഠിക്കണം. ഫസ്റ്റ് ആയിട്ട് പാസീവ് പഠിക്കാം. ഇത് പാസീവ് എന്താ? പാസീവ് പാസീവ് എന്ന് പറഞ്ഞത് ചോദിക്കുമല്ലോ, നാ മറക്കാം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് മറന്നു കേട്ടോ. നാളത്തെ ചോദിക്കട്ടോ. ഇന്ന് പഠിച്ച ശേഷം നാളത്തെ ചോദിക്കട്ടോ. നാളെ 10 മണിയാകുമ്പോഴേ, 10 മണിയാകുമ്പോൾ സാർ പറഞ്ഞ സാധനം എവിടെ? സാർ പറഞ്ഞത് എവിടെ? അത് എവിടെ? എപ്പോ തരും കേട്ടോ? ചോദിക്കട്ടോ നാളെ 10 മണിയാകുമ്പോഴേ. അല്ല, രാവിലെ 4 മണിയാകുമ്പോ വിളിക്കരുത്. 4 മണി എണീക്ക് എന്താണ് സാർ അതെവിടെ? 4 മണിയാകുമ്പോൾ മെസ്സേജ് വരും, അതെവിടെ? കാരണം ആദ്യം പഠിച്ചിരുന്ന പലർക്കും ഒരു വാശിയാണ്, എന്റെ ഉറക്കം കളഞ്ഞിട്ടുള്ള വാശി. സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇത്? പാസീവ് എന്താ? പാസീവ് എന്താ? പാസീവ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസ് എങ്ങോട്ടാ? അറിയാവുന്ന കാര്യമാണ്, ഫസ്റ്റ് പഠിച്ച കാര്യമാണ്. പാസീവ് എന്ന് പറയുമ്പോഴേ, പാസീവ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ആണോ, ലോവർ കോൺസെൻട്രേഷൻ ആണോ, ലോവർ ടു ഹയർ ആണോ, ഹയർ ടു ലോവർ ആണോ? എങ്ങനെയാ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം എവിടുന്ന? എവിടുന്ന്? പാസീവ് ഹയർ ലോവർ ആണോ? പറഞ്ഞേ, ഹയർ ലോവർ ആണോ? പാസീവ് എന്ന് പറയുമ്പോൾ ഹയർ ലോവർ ആണോ? ഞാൻ ആലോചിക്കുക, പറഞ്ഞേ യെസ് ആണ്. ഒരു ചോദ്യം ഇവിടെ അവിടെ എന്തെങ്കിലും എനർജി യൂസ് ചെയ്യുന്നുണ്ടോ? ഹയർ ടു ലോവർ വരുമ്പോൾ എന്തെങ്കിലും ഒരു എനർജി യൂസ് ചെയ്യുന്നുണ്ടോ? പാസീവ് ട്രാൻസ്പോർട്ടേഷനകത്ത് ഹയർ ടു ലോവർ വരുമ്പോൾ എന്തെങ്കിലും എനർജി യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടായിരിക്കും ദ ഡിപ്പെൻഡഡ് എഡിമ കണ്ടുകൊണ്ടെങ്കിലും. ദ ഡിപ്പെൻഡഡ് എഡിമ വന്നാൽ എന്ത് ചെയ്യും? അതൊരു ചോദ്യമാണ്. ദ ഡിപ്പെൻഡഡ് എഡിമ അല്ലേ? ദ ഡിപ്പെൻഡഡ് എഡിമ വന്നാൽ എന്ത് ചെയ്യും? അതൊരു എക്സാമ്പിൾ ആണ്, ചോദ്യമാണ്. എന്ത് ചെയ്യും? സലൈൻ സോക്ക് കൊടുക്കാറുണ്ടോ? സലൈൻ സോക്ക് ഇട്ടുണ്ടോ? സലൈൻ സോക്കിംഗ് യെസ്. എന്താണ് അവിടെ നമ്മൾ വേറൊരു എനർജി? ഇപ്പൊ ഞാൻ ക്ലാസ്സിലാണ്, ഇപ്പൊ ക്ലാസ്സിൽ വിളിക്കാം. ഓക്കെ, അതിന്റെ ടൈം ഇട്ടേക്ക് വിളിക്കാം കേട്ടോ.
കേട്ടോ? കേട്ടിട്ടുണ്ടോ? സലൈൻ സോക്കിംഗ് കേട്ടിട്ടുണ്ടോ? സോ ദ ഡിപ്പൻ എഡിയമ കൊടുക്കാറില്ലേ? ഡിപ്പൻ എഡിയമ വന്നാൽ സലൈൻ സോ കൊടുക്കാറില്ലേ? അവിടെ വേറെ എനർജി യൂസ് ചെയ്യുന്നുണ്ടോ? അവിടെ എനർജി ഒന്നും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഉണ്ടോ? പറഞ്ഞേ, ഉണ്ടോ? ഇല്ല. ഇപ്പോൾ സെല്ലിനകത്തുള്ള ഇത് എക്സ്ട്രാ സെല്ലിനകത്തുള്ള എല്ലാ സംഭവവും എന്താണ്? സലൈൻ സോക്ക് വഴി ആ ഫ്ലൂയിഡ് പുറത്തേക്ക് വരില്ലേ? പുറത്തേക്ക് വരില്ലേ? இந்த കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് വരില്ലേ? കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരില്ലേ? കോൺസെൻട്രേഷൻ വ്യത്യാസം അനുസരിച്ച് ഇത് മൂവ് ചെയ്യാറില്ലേ? നമ്മൾ ഒരു എനർജി യൂസ് ചെയ്യാതെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് വരാറില്ലേ? അതേ ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസമാ. പാസീവ് ട്രാൻസ്പോർട്ടേഷനിലെ വെറും ഒരു കോൺസെൻട്രേഷനിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വേറെ എനർജി യൂസ് ചെയ്തല്ലോ, വേറെ ഒരു എനർജിയും യൂസ് ചെയ്യാതെ വെറും ഒരു കോൺസെൻട്രേഷൻ വ്യത്യാസം മാത്രം യൂസ് ചെയ്യുന്നല്ലേ അത്? പാസീവ് അല്ലേ അത്? പാസീവ് ട്രാൻസ്പോർട്ടേഷനിലെ സലൈൻ സോക്കിംഗ് ഡിപ്പെൻഡ് എഡിയും വരുമ്പോൾ സലൈൻ സോക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു എന്താണ് ഒരു കോൺസെൻട്രേഷൻ വ്യത്യാസമില്ല. എന്താണ്? എനർജി ഒന്നും യൂസ് ചെയ്യാൻ ചെയ്യും പാസീവ് വരുന്നത്. ശരിയല്ലേ? 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 യെസ്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇതേ പാസീവ് തന്നെ എത്ര ടൈപ്പ് ഉണ്ട്? ഇതേ പാസീവ് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട്. എക്സാം ചോദ്യം വരുന്ന ഭാഗമാണ്. പാസീവ് ട്രാൻസ്പോർട്ട് 3 ടൈപ്പ് എന്തൊക്കെയാ? സെല്ലിനകത്ത് വരുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ഓഫ് പാസീവ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം ഉണ്ട്. സെല്ലിനകത്ത് വരും പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസം. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഏതുണ്ട്? ഒന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ, അങ്ങനെ എഴുതാം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് മൂന്ന് ഓസ്മോസിസ്. പാസീവ് ട്രാൻസ്പോർട്ടായിട്ടും 3 ഉണ്ട്. മറക്കരുത്, പാസീവ് ട്രാൻസ്പോർട്ടേഷൻ പ്രധാനമായിട്ടും 3 ടൈപ്പ്. അതൊക്കെയാ? സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് എന്ന് പറയുന്ന 3 ടൈപ്പ് ഉണ്ട്. ഈ 3 സെപ്പറേറ്റ് പഠിക്കണ്ടേ. കാരണം എക്സാമിന് ഓസ്മോസ് ചോദിക്കും, ഡിഫ്യൂസ് ചോദിക്കും, സിമ്പിൾ ഡിഫ്യൂസ് ചോദിക്കും, എല്ലാം ചോദ്യം. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയി? ഓരോ കാര്യം ക്ലിയർ ആയി? ഇത്രയും പറഞ്ഞു. ഒരു സെക്ഷൻ ഫുൾ ക്ലിയർ ആയി. ഇന്ന് തുടങ്ങി വെച്ച ഒരു സെക്ഷൻ, ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആയോ? സെല്ല് തുടങ്ങിയല്ലേ? സെല്ലല്ലേ? 8, 9, 9 അല്ലേ? കറക്റ്റ് 1.5 മണിക്കൂറും 8 മിനിറ്റ് അല്ലെ? 1.5 മണിക്കൂറും 8 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ ക്ലിയർ ആയുള്ളൂ. ഇത്രയും പഠിച്ചത് മനസ്സിലായി? ഫസ്റ്റ് തൊട്ടേ പഠിക്കണ്ടേ. അല്ലാതെ എക്സാമിന്റെ 6 മാസം പഠിച്ചാവോ? കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്സാമും എഴുതാം. അടുത്ത 6 മാസം വരുന്ന എല്ലാ എക്സാമും കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ? പഠിക്കോ? എവിടെ? എസ് അല്ലേ? ഇത് ഒരു ചാപ്റ്റർ ആണ്. സോ ദ നെക്സ്റ്റ് ക്ലാസ് ഈസ് സെല്ലിന്റെ ചാപ്റ്റർ 2. സോ അടുത്ത ക്ലാസ്സിൽ സെല്ലിന്റെ ചാപ്റ്റർ 2. ഓക്കെ? ദ നെക്സ്റ്റ് ക്ലാസ് സെല്ലിന്റെ ചാപ്റ്റർ 2 നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ? സോ ബൈ, താങ്ക് യു സോ മച്ച്. അടുത്തത് ഇനി അങ്ങോട്ട് ഒരു കാര്യം എല്ലാ ദിവസവും ഇടവിട്ടെ കേട്ടോ. ഈ പറഞ്ഞ എല്ലാ ദിവസവും ഒരു ദിവസം ഇടവിട്ടെ. ഒരു ദിവസം ഇടവിട്ടെ കേട്ടോ. ഓക്കെ കേട്ടോ? ഇന്ന് മൺഡേ ആണെങ്കിൽ അടുത്ത വെനസ്ഡേ കേട്ടോ. ഇനി അങ്ങോട്ട് എല്ലാ ക്ലാസ്സും ഫസ്റ്റ് 6 മാസം ഒരു ദിവസം ഇടവിട്ടെ കേട്ടോ. മൺഡേ ആണെങ്കിൽ വെനസ്ഡേ കഴിഞ്ഞാൽ ഫ്രൈഡേ കഴിഞ്ഞാൽ സൺഡേ. ഓക്കെ? സോ താങ്ക് യു സോ മച്ച്. ബൈ.